വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനിധികാരി കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഉല്ലസിച്ചാർത്തുകൊണ്ട് അങ്ങയെ ധ്യാനിക്കുവാൻ കർത്താവെ ഞങ്ങൾ ഭാഗ്യത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ തന്നെയാണ് അത് ധ്യാനിക്കുന്നത്. ഞങ്ങളെ വീണ്ടും ആ കൃപയെ ഞങ്ങൾ ഓർക്കുന്നു, അവൻ കൃപയെ ഓർക്കുന്നു. സീറ്റിൽ നിന്ന് വീണ്ടെടുത്ത് പറയാം അങ്ങ് തന്നെ, പറയാതെ അങ്ങ് തന്നെ ഞങ്ങളെ നിർത്തി ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്തുതിയെന്ന് അറിഞ്ഞൊരു പാട്ടുമൊക്കെ തന്ന അവിടുത്തെ ആ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ തന്നെ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുവേ, അവിടുന്ന് ആ എമ്മാവസിലുള്ള ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നല്ലോ കർത്താവേ. അവിടെ ഹൃദയം ആ ദൈവതേജസ്സിനാല്, ദൈവത്തിന്റെ മഹത്വത്തിനാല്, കർത്താവിനുള്ള വലിയ സ്നേഹത്താൽ അവിടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നത് പോലെ കർത്താവിന്റെ ഹാർട്ട്സ് ബേണിംഗ് ഔട്ട് ഓഫ് ലവ് ഫോർ യു. അതുപോലെ ഞങ്ങളുടെ ഹൃദയം കത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇന്നലെയും ഇന്നും കർത്താവെ അവിടുന്ന് അനന്യനാണല്ലോ. കർത്താവെ, അവിടുന്ന് ഞങ്ങൾ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം, അവിടുത്തെ ശബ്ദത്തെ കേൾപ്പിക്കണം. എല്ലാ ഈശ്വരത്താലും കയറി മാറ്റിലുള്ള നാമത്തിൽ ആമേൻ. ആമേൻ. ഇന്ന് നാവിനെ കുറിച്ച്, നാക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്, നാക്കിനെ കുറിച്ച്, ആ നാവ് കർത്താവ് എങ്ങനെ ഉപയോഗിച്ച് നമ്മളെങ്ങനെ ഉപയോഗിക്കണ്ടേ എന്നുള്ള കാര്യങ്ങള് നമുക്ക് വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ. യെശയ്യാവിന്റെ പുസ്തകം, പഴയ നിയമത്തിലെ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. യെശയ്യാവ് 50-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. യെശയ്യാവ് 50:4 നമുക്ക് പലർക്കും സുപരിചിതമാക്കിയ ഒരു വാക്യമാണ്. എന്റെ ജീവിതത്തിൽ വളരെ ഒരു വഴിത്തിരിവായിട്ടുള്ള ഒരു വാക്യമാണത്. ഞാൻ സാക്ഷ്യം പറയുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. സൈക്കാട്രിയിലേക്ക്, ഈ മാനസികാരോഗ്യ വിഭാഗത്തിലേക്ക്, സൈക്കാട്രിയിലേക്ക് എന്നെ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ദൈവം ഒരു ദർശനമൊക്കെ തന്ന് ഗൈഡ് ചെയ്യുന്നത് ഈ വചനത്തിലൂടെ ആയിരുന്നു. 2009 ഏപ്രിൽ മാസം 20-ാം തീയതി ഞായറാഴ്ച ദിവസം, ആദ്യ രാവിലെ എന്ന് പറഞ്ഞാല് അർദ്ധരാത്രിയില് എന്ന് പറഞ്ഞാല് രാത്രിയിൽ 1:15 മണിയായപ്പോ അപ്പോ ഇവിടെ നമ്മള് വായിക്കുന്നത് ആ ഒരു ശിഷ്യന്മാരുടെ നാവിനെ കുറിച്ചാണ്. ശിഷ്യന്മാരുടെ നാവ്, അത് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അത് നമ്മളെക്കുറിച്ചും അത് നിവൃത്തിയാകേണ്ടതായിട്ടുള്ളൊരു കാര്യം. കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. തളർന്നിരിക്കുന്നവനെ, യെശയ്യാവ് 50-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. തളർന്നിരിക്കുന്നവനെ, നമ്മളുടെ ചുറ്റും തളർന്നിരിക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. ക്ഷീണിച്ച്, തളർന്ന്, മടുത്ത്, ഇനി ജീവിക്കണോ, ഇനിയിപ്പോ അങ്ങ് പോയാൽ പോരെ, എല്ലാം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് തളർന്നിരിക്കുന്ന അനേകരെ ഉണ്ട്. അവരെ വാക്കുകൊണ്ട്, വിത്ത് എ വേർഡ്, ഒരു വാക്കുകൊണ്ട് താങ്ങുവാൻ, അവരെ ഒന്ന് താങ്ങി നിർത്തുവാൻ, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ, അവരെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യുവാൻ, സസ്റ്റെയിൻ ദ വീറി വൺ വിത്ത് എ വേർഡ്, താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവന്റെ ചെവി ഉണർത്തുന്നു. ആദ്യം കർത്താവ് നമ്മളുടെ ചെവി ഉണർത്തുന്നു. നമുക്ക് കർത്താവിനെ കേൾക്കുവാനുള്ള ഒരു ചെവി ഉണ്ടെങ്കിൽ കർത്താവിനെ പോലെ സംസാരിക്കാനുള്ള ഒരു നാവും കിട്ടത്തുള്ളൂ. നമ്മളത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് കുഞ്ഞുങ്ങള് അവർക്ക് എന്തെങ്കിലും സംസാരത്തിനുള്ള ഒരു വൈകല്യം ഉണ്ടെങ്കിൽ ഡോക്ടർമാര് അവരുടെ കേൾവി ശക്തി പരിശോധിക്കും. ഇപ്പൊ കേൾവി, അവരുടെ ഹിയറിംഗ് കപ്പാസിറ്റി നോർമൽ ആണെങ്കിൽ അവരത് കേട്ട അമ്മ, അപ്പ, പപ്പ, ഡാഡി, മമ്മി, അങ്ങനെ ഓരോ വാക്കുകൾ അവര് പറയാൻ പഠിക്കുന്നേ. അപ്പൊ പലപ്പോഴും ചില അവസരങ്ങളിൽ കുഞ്ഞുങ്ങളുടെ നാവിനോ ഒന്നും പ്രയാസം കാണത്തില്ല, എന്നാൽ അവർക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ
അങ്ങനെയുള്ള അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ വരാം. കർത്താവിനെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കേൾക്കുന്നതിനനുസരിച്ചാ നമുക്ക് യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ശരിയാ, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. എന്നാൽ നമ്മള് യേശുവിനെ കേൾക്കുന്നതിന്റെ ഒരു അളവിലാണ്, അതിന്റെ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് യേശുവിനെ പോലെ സംസാരിക്കാനും നമുക്ക് പറ്റുന്നത്. നമുക്ക് പലപ്പോഴും സൗരങ്ങൾക്കൊക്കെ തന്നെ പലപ്പോഴും ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആ ഒരു സംസാരിക്കുമ്പോൾ ഒരു വിക്കല് വരുന്നു, അല്ലെങ്കിൽ അവർക്ക് യുനോ പ്രാർത്ഥിക്കാനോ വചനം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാനോ അങ്ങനെയൊക്കെയുള്ള പല തടസ്സങ്ങളും, പല ഒരു ജാള്യത, ഒരു ചമ്മലും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വരാം. നമ്മളുടെ എല്ലാവരുടെ ജഡത്തിലുള്ള ഒരു ഇൻഹിബിഷനുണ്ട്. എന്നാൽ അതൊക്കെ പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ ആ ജഡത്തിന്റെ ആ ചങ്ങലയൊക്കെ, ജഡമാകുന്ന തിരശ്ശീലയൊക്കെ ചീന്തപ്പെട്ട് പരിശുദ്ധാത്മാവില് കർത്താവിനെ നമ്മൾ കേൾക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ്, അതിനനുസരിച്ചാണ് നമുക്ക് ആത്മീയമായിട്ട് സംസാരിക്കാം. നമ്മളിപ്പം ഓഫ്കോഴ്സ് യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടൊന്നും കേൾക്കാത്ത ആൾക്കാർ ഒത്തിരി ആത്മീയ ഭാഷ സംസാരിക്കുന്ന ഒരു ക്രിസ്ത്യയിലൊക്കെ നമുക്ക് ഉള്ളത് ഒത്തിരി കർത്താവിനെ ഒന്നും കേൾക്കാതെ അവര് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ സ്വയത്തിൽ നിന്ന് സ്വന്തമായിട്ട് സംസാരിക്കുന്നത്, സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നൊക്കെ നമ്മള് യോഹന്നാൻ 7-ാം അധ്യായത്തിലെ ആ വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? ഇവിടെ നമുക്ക് സേവലോട്ട് തിരിച്ചു വരാം. യോഹന്നാൻ 7-ാം അധ്യായത്തില് അതിന്റെ 17-ാമത്തെ വാക്യത്തില് നമ്മൾ സ്വയത്തിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. സ്വയത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യവും കോപവും ഈർഷ്യവും പിണക്കവും പരദൂഷണവും അതുപോലൊക്കെയുള്ള അതുപോലുള്ള ജഡത്തിൻ്റെതായ പ്രകടമായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരു ആത്മീയ അഭിവൃദ്ധി ഇല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഒക്കെ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മള് സ്വന്തമായിട്ട് സംസാരിക്കുമ്പോൾ. അതാ യോഹന്നാൻ 7:18 സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവൻ്റെ ഇല്ല. പിതാവിന്റെ മഹത്വം മാത്രം അന്വേഷിച്ച കർത്താവ് പറയുവാണ്, ഞാൻ സത്യവാനായ എൻ്റെ നീതികേടില്ല. ഇന്ന് നമ്മളും നമ്മളെ അയച്ച കർത്താവിന്റെ മഹത്വം, കർത്താവേ ഞാൻ കുറയണം, ഞാൻ ഇല്ലാതാകണം, അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടണം, അവിടുത്തെ ശബ്ദം മാത്രം കർത്താവെ കേൾക്കുമാറാകണം, എന്നിൽ നിന്ന് അവിടുത്തെ ശബ്ദം മാത്രം പുറത്തു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിലാണ് ഒരു സത്യാവസ്ഥയും നീതികളില്ലാത്തൊരവസ്ഥയുള്ളത്. എന്നാൽ സ്വന്തമായിട്ട് നമ്മുടെ സ്വയത്തിൽ നിന്ന്, നമ്മുടെ ജഡത്തിൽ നിന്ന് പറയുമ്പോൾ, നമ്മുടെ ജഡത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് തന്നെ നമ്മുടെ ദേഹിയിൽ നിന്ന് നമുക്ക് സംസാരിക്കാനൊക്കെ. നമ്മളുടെ ദേഹിയിൽ എന്ന് പറയുന്നത് നമ്മളുടെ ആ ജഡത്തെ ഒരു തിരശ്ശീലയോട് ഉപമിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാവുന്നേ അല്ലേ? ഇവിടെ ജഡത്തെ ദേഹം എന്ന തിരശ്ശീല എന്നാണ് എബ്രായർ 10-19-20 വാക്യങ്ങളിൽ 19-20 വാക്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതിന് കാരണം, ഇംഗ്ലീഷില് ഒരു വാക്യമാണെങ്കിൽ മലയാളത്തിൽ ഒരു അടുത്ത വാക്യം, അതുകൊണ്ട് 2 വാക്യം കൂടി ചേർത്ത് പറഞ്ഞത് 19-20 എന്ന് പറയുന്നത്. എബ്രായർ 10-ാം അധ്യായത്തില് ആ വാക്യം നമ്മൾ ഒരുപാട് തവണ എടുത്തിട്ടുള്ള വാക്യമാണ്. എങ്കിലും അത് നമുക്ക് നോക്കുവാണെങ്കിൽ എബ്രായർ 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല എന്നുള്ളത് തെറ്റായ ട്രാൻസ്ലേഷനാണ്, കംപ്ലീറ്റ്ലി റോങ് ട്രാൻസ്ലേഷനാണ്. എന്നുവെച്ചാൽ ദേഹം എന്നുള്ള വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സാക്സ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. സാക്സ് എന്നുള്ള ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഫ്ലഷ്, ജഡം എന്നാണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ജഡം, ഞാൻ എന്റെ ബൈബിളിൽ ആ ദേഹത്തിന് മേലെ ജഡം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ജഡം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. അപ്പൊ ആ ജഡത്തെ, യേശുവിന്റെ ജഡത്തെ ആണ് അവിടെ ദേവാലയത്തിലെ തിരശ്ശീലയോട് ഉപമിച്ചിരിക്കുന്നത്. ദേവാലയത്തിലെ തിരശ്ശീല കർത്താവിന്റെ ക്രൂശ് മരണത്തെങ്കിൽ മേൽ നിന്ന് താഴോട്ട് ചീന്തപ്പെട്ടതായിട്ട് മത്തായി 27-51 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളതൊക്കെ കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ യോഹന്നാന്റെ ബൈബിൾ സ്റ്റഡിയിലും ഒക്കെ നമ്മൾ മത്തായിലോട്ടൊക്കെ പോയി നമ്മൾ ആ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അവിടെ യഥാർത്ഥത്തില് ആ തിരശ്ശീല ചീന്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ, യേശുവിന്റെ ജീവിതത്തില് യേശു ദൈവത്തിന്റെ ആലയമായിട്ട്, ഈ ദേവാലയം നിങ്ങൾ പൊളിച്ചു കളഞ്ഞാൽ 3 ദിവസം കൊണ്ട് അത് പണിയപ്പെടുമെന്നൊക്കെ കർത്താവ് തന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അത് തന്നെ പിന്നെ അവരെടുത്തത് അത് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ അത് വായിക്കുന്നത്. പിന്നീട് അത് തന്നെ കർത്താവിനെതിരെ ഒരു ആരോപണമായിട്ട് അവസാനം കയ്യപ്പാവിന്റെയൊക്കെ മുമ്പിൽ പറയുന്ന രംഗമൊക്കെ നമ്മൾ മത്തായി 26-ലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവ് ഈ ഭൂമിയിലെ ആലയമായിട്ട്, ദൈവത്തിന്റെ ദേവാലയമായിട്ടായിരുന്നപ്പോൾ കർത്താവിന്റെ
ആത്മദേഹീദേഹം ഒരു ദൈവത്തിനാലയമായിട്ട് ഈ ഭൂമിയിൽ വസിച്ചപ്പോ കർത്താവ് നമ്മളുടെ ഇടയിൽ പാർത്തു എന്ന് നമ്മള് യോഹന്നാൻ 1:14 കൃപയും സത്യം നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ഈ ഡ്വെൽറ്റ് ഇൻ അവർ മിഡ്സ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ടാബർനാക്കിൾഡ് ഇൻ അവർ മിഡ്സ്റ്റ്, അവിടുന്ന് ഒരു സമാഗമന കൂടാരമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ ട്രാൻസ്ലേഷൻ വരേണ്ടത്. അവിടെ സ്കേനോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ് ഡ്വെൽറ്റ് അല്ലെങ്കിൽ പാർത്തു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കേനോ എന്ന് പറഞ്ഞാല് സമാഗമന കൂടാരത്തിന്റെ പദമാണ്. സമാഗമന കൂടാരം അതിന്റെ വേർബൽ ഫോം സ്കേനോ എന്നുള്ള ആ വാക്കാണ് ഗ്രീക്കില് പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ എഴുതുന്നത്. യേശു കർത്താവ് ഒരു സമാഗമന കൂടാരമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നതെന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരുടെ നാവിലേക്ക് വരാൻ വേണ്ടിയാ. ശിഷ്യന്മാരുടെ നാവിലേക്ക് വരണമെങ്കിൽ ശിഷ്യന്മാരുടെ ചെവി വേണം. ശിഷ്യന്മാരുടെ ചെവി വേണമെങ്കിൽ നമ്മളുടെ ജഡം തകർക്കപ്പെടുന്നതിനനുസരിച്ചാ നമുക്ക് ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവത്തിൽ നിന്ന് സംസാരിക്കാന് നമ്മളുടെ ആ ഒരു സംസാരത്തിലുള്ള ആ കെട്ടുകളും കാര്യങ്ങളൊക്കെ മാറി നമ്മളുടെ ഉപ്പിനെ രുചി വരുത്താത്ത ഒരു എന്തിനാ പറഞ്ഞേ പൊട്ടച്ചൊല്ല കളിവാക്ക്, ആത്മീയവർദ്ധന ഉതകാത്ത തരത്തിലുള്ള പല ദേഷ്യത്തിന്റെ വർത്തമാനവും അല്ലെങ്കിൽ ഒരു നമ്മളുടെ നാവിനൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥയിലൊക്കെ ഉള്ള പല കാര്യങ്ങളൊക്കെ അതെല്ലാം മാറിപ്പോയി. ശിഷ്യന്മാരുടെ ഒരു നാവ് നമുക്ക് എപ്പോഴാ വചനം പറയുമ്പോൾ മാത്രമല്ല 24/7 എന്ന് പറഞ്ഞാല് 24 മണിക്കൂറും 7 ദിവസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ശിഷ്യന്മാരുടെ നാവ്. നമ്മൾ അർദ്ധരാത്രി വിളിച്ചെഴുന്നേൽപ്പിച്ചാലും ശിഷ്യന്മാരുടെ നാവ് തന്നെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അല്ലാതെ നമ്മളൊരു സമ്മർദ്ദത്തിലും പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെയും അവിടെയും ശിഷ്യന്മാരുടെ നാവ് തന്നെ നമുക്കായിരിക്കണമെങ്കിൽ അവിടെ ജഡത്തിന്റെ ഒരു തകർച്ച ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളിപ്പം യേശുവിന്റെ ശരീരം, ഞാൻ ഇപ്പോഴും പറയുന്ന ആ ഒരു ഉപമയായത്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അത് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയുന്ന ഉപമയല്ല, കർത്താവിന്റെ വചനത്തിൽ പറയുന്ന കാര്യം ഞാനിത് പറയുന്നു എന്നുള്ളത്. അതായത് ഈ ജഡമാകുന്ന തിരശ്ശീല എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവിതം ഒരു ആലയമായിട്ട്, സമാഗമന കൂടാരം എന്ന് പറഞ്ഞാല് പഴയ നിയമത്തില് പുറപ്പാട് 25 മോശയോട് ദൈവം പറയുക, പുറപ്പാട് 25:8 മോശയോട് ദൈവം പറയുക, നിങ്ങള് എനിക്ക് വസിക്കാനായിട്ട് ഒരു ആലയം പണിയണം. ആ ആലയത്തിനാണ് സമാഗമന കൂടാരം, ടാബർനാക്കിൾ എന്നൊക്കെ നമ്മളെ വിശുദ്ധ മന്ദിരം, സമാഗമന കൂടാരം, ആലയം എന്നൊക്കെ നമ്മള് പഴയ നിയമത്തിൽ വായിക്കുന്നത്. അപ്പൊ അത് അവര് ബിൽഡർനെസ്സിലായിരുന്നപ്പോ, അവര് മരുഭൂമിയിലായിരുന്നപ്പോ അതൊരു പോർട്ടബിൾ സാങ്ച്വറി മാതിരി, അത് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമാഗമന കൂടാരമായിരുന്നു. പിന്നീട് അവര് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു. യോശുവയുടെ നേതൃത്വത്തിൽ അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു. പിന്നീട് രാജാക്കന്മാര് ആയി. അപ്പൊ ദാവീദിന്റെ സമയത്ത് ദാവീദിന് തന്നെ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. എന്നാൽ ദാവീദിനെ ദൈവം അതിനായിട്ട് യോഗ്യനായിട്ട് കണ്ടില്ല. ദാവീദിന്റെ ജീവിതത്തിലുള്ള രക്തച്ചൊരിച്ചിലും ഒക്കെ നിമിത്തം ദാവീദിന്റെ പുത്രനായിട്ടുള്ള ശലോമോന് ദൈവം ആ ഒരു പദവി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ശലോമോന് അവിടെ ഇസ്രായേലില് അത് എവിടെ ആലയം പണിയെന്ന് വെച്ചാൽ മോറിയ മലയിൽ എബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് പോയ ആ മോറിയ മലയില് അതേ സ്ഥലത്ത് തന്നെയാണ് അർണവിന്റെ ആ കളത്തില് അർണവത്തിന്റെ ആ നിലത്തില് എന്നൊക്കെ നമ്മള് 2 ശമൂവേൽ 24:24 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ദൈവം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സാക്രിഫൈസിന്റെ ഒരു സൈറ്റ് എബ്രഹാം ഇസ്ഹാക്കിന് യാഗം കൊടുത്തിടം അവിടെ തന്നെയാണ്. പിന്നീട് ദാവീദിന്റെ സമയത്ത് ദാവീദ് ദൈവത്തിന് ആലയം പണിയാനായിട്ട് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഈ മോറിയ മല തന്നെ ആയിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ ഈ ആലയത്തിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ വാക്യം അറിയണമെങ്കിൽ എവിടെ, അതായത് പഴയ നിയമത്തിൽ ശലോമോൻ പണിത ആലയം അവിടെ ഈ മോറിയ മലയിലായിരുന്നു എന്നൊക്കെ എവിടെ ഈ ബൈബിളിൽ പറയുന്നത്? ബ്രദർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി 2 ദിനവൃത്താന്തത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ, 2 ദിനവൃത്താന്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ? ദിനവൃത്താന്തം ക്രോണിക്കിൾസ്, 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർണാന്റെ ഒർണാനെന്നും ഒക്കെ പറയുന്നുണ്ട്. ഒർണാന്റെ കളത്തിങ്കിൽ ദാവീദ് ഒരുക്കിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. 2 ശമൂവേൽ 24:24
എനിക്ക് ചെലവില്ലാത്തതൊന്നും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയില്ല എന്നൊക്കെ ദാവീദ് പറയുന്ന ആ ഒരു പ്രസ്താവനയൊക്കെ നമ്മൾ പലപ്പോഴും ആ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും ഈ ഒർണാന്റെ കളത്തിക്കൽ എന്ന് പറയുന്നത് അത് മോരിയ പർവ്വതത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ മോരിയ മലയിൽ എബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് തന്റെ ഏറ്റവും ഏകജാതനായ യാഗം കഴിച്ചെടുത്ത് തന്നെയാണ് എന്താ അവിടെ തന്നെയാണ് ദാവീദും ഈ ഒരു സ്ഥലം ഒരുക്കിയത്. ദാവീദും അന്ന് ഒരു വലിയ ബാധ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അത് നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിനായിട്ട് ഒരു യാഗം കഴിക്കാനായിട്ട് ദാവീദ് ചെന്നെത്തുന്നത് ഈ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. അത് ദൈവത്തിന്റെ എല്ലാവരും മുൻനിർണയമായിരുന്നു. കാലങ്ങളുടെ നീക്കത്തിൽ നടന്ന ഒരു കാര്യത്തിൽ അവിടെ തന്നെ ആയിരുന്നു ശലോമോന് ആലയം പണിതായിട്ട് നമ്മൾ പണിയാൻ തുടങ്ങിയതായിട്ട് ഇവിടെ 2 ദിനവൃത്താന്തം 3-ൽ നമ്മൾ വായിക്കുന്നു. പിന്നീട് ശലോമോൻ പണിത ആലയമൊക്കെ പൊളിക്കപ്പെട്ടു. പിന്നീട് പ്രവാസത്തിന്റെ ആ ഒരു ബാബിലോണിയൻ ഇൻവേഷൻ ഒക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെ അതിക്രമങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ഈ ആലയമൊക്കെ പൊളിക്കപ്പെട്ടിട്ട് പിന്നീട് ആലയം വീണ്ടും വീണ്ടും റീബിൽഡ് ചെയ്തപ്പോഴൊക്കെ അതേ സ്ഥലത്ത് തന്നെയാണ് ആലയം പണിയപ്പെട്ടത്. പിന്നീട് AD 70 കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോഴും ഈ ആലയം അവിടെ ഒരു ആലയം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് AD 30-ലാണെങ്കിൽ അതിനും ഒരു 40 വർഷത്തിന് ശേഷം AD 70 റോമൻ ഗവർണർ ഒരു ജനറൽ ടൈറ്റസിന്റെ കീഴിൽ യെരുസലേമിലെ ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കർത്താവിന്റെ പ്രവചന പ്രകാരമല്ല നാമാവശേഷമാക്കപ്പെട്ടു. ഇനിയിപ്പോ ആലയം പുനർനിർമ്മിക്കാനായിട്ട് ഇസ്രായേൽ മക്കൾ ഒത്തിരി, ഇന്നത്തെ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ രാജ്യം ആലയം നിർമ്മിക്കാനായിട്ട് അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ ഒരു മോസ്ക്, ഒരു മുസ്ലിം പള്ളി നിൽക്കുകയായതുകൊണ്ട് അവിടെ ആലയം പണിയാനുള്ള ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണെന്ന് ഇത് ക്രിസ്തുവിന്റെ കാലത്ത് ആലയം പണിയപ്പെടുന്ന ഒരു രംഗമൊക്കെ നമ്മള് വചനത്തിൽ വായിക്കുന്നതൊക്കെ നമ്മുടെ നമ്മുടെ വെളിപാട് പുസ്തകത്തിന്റെ പഠനത്തിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. ഭാവിയിൽ ഇനി ആലയം പണിയപ്പെടും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആലയത്തിന്റെ കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ആലയത്തിന്റെ മാതൃകയിലാണ് നമ്മളും ഉള്ളത്. യേശു ഒരു ആലയമായിട്ട്, ഒരു തിരുനിവാസമായിട്ട്, സമാഗമന കൂടാരമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മളിലും ഒരു തൃത്വമുണ്ട്. ദൈവം തൃത്വമായിരിക്കുന്നത് പോലെ തന്നെ നമ്മളിൽ ഒരു തൃത്വമുണ്ട്. ആത്മാവ്, ദേഹി, ദേഹം എന്ന് നമ്മൾ എവിടെ വായിക്കുന്നേ? 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യം. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യം നമ്മൾ എപ്പോഴും പലപ്പോഴും എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങളിലെല്ലാം പോകുന്നില്ല, സമയക്കുറവുണ്ട്. 1 തെസ്സലോനിയർ 5:23 നമ്മളിലും ആത്മാവ്, ദേഹം, ദേഹിയുണ്ട്. ആത്മാവ്, ദേഹി, ദേഹമുണ്ട്. ആത്മാവ് ആ സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിന് പ്രതീകമായിട്ട് നിൽക്കുന്നു. ദേഹി അല്ലെങ്കിൽ പ്രാണൻ, സോൾ, അത് നമ്മളുടെ ദേഹി, നമ്മുടെ പ്രാണൻ, അത് വിശുദ്ധ സ്ഥലത്തിന് പ്രതീകമായിട്ട് നിൽക്കുന്നു. ശരീരം, നമ്മളുടെ ശരീരം, അത് പ്രാകാരം അതിന് പ്രതീകമായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ആത്മാവിനെയും ദേഹിയെയും വേർതിരിക്കുന്ന ഒരു തിരശ്ശീല, അതായത് അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന ഒരു തിരശ്ശീലയെ കുറിച്ചാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിലൊക്കെ ആ ഒരു തിരശ്ശീലയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് 26-ന്റെ 33 ആ ഒരു വാക്യം പെട്ടെന്ന് കാണണമെങ്കിൽ ആ രണ്ടിനും ഒരു പാർട്ടിഷനായിട്ട് ഒരു തിരശ്ശീല, നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് വണ്ണമുള്ള ഒരു നാവിലേക്ക് വരുന്നതിന്റെ കാര്യം പറഞ്ഞു വരുവാണ്. എന്നാൽ നമ്മളെപ്പോഴും പറയുന്ന ഈ ഒരു ഉദാഹരണം അത് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി വ്യക്തമാവാൻ വേണ്ടി ഞാനതൊന്ന് പറയുക. പുറപ്പാട് 26-33 നമ്മളിങ്ങനെ വായിക്കുന്നത്, കുളത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്ക് അകത്ത് കൊണ്ടുവന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. ഇങ്ങനെ വിശുദ്ധ സ്ഥലവും, അതായത് ആത്മാവിനെയും ദേഹിയും വേർതിരിക്കുന്നതായിട്ടുള്ള ഒരു തിരശ്ശീല. ആ തിരശ്ശീല അത് യേശുവിന്റെ ജീവിതത്തിൽ അത് യേശുവിന്റെ ജഡമായിരുന്നു. യേശുവിന്റെ ദേഹം എന്ന തിരശ്ശീല നമ്മൾ ഫെബ്രുവരി 10-19 സത്യവേദ പുസ്തകത്തിൽ ജഡം, ദേഹം എന്ന ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മൾ സാൻക്ലേറിനെ കേട്ടിട്ടുള്ളത് പോലെ അത് ജഡമെന്ന ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. NASB ഇംഗ്ലീഷിൽ അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, പക്ഷെ മലയാളം പരിഭാഷയിൽ അത് തെറ്റ് വന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ചില പാട്ടിലൊക്കെ ദേഹം എന്ന തിരശ്ശീല ചീന്തി എന്നൊക്കെ ഉള്ളത്, അത് നമ്മള് പാട്ട് തിരുത്തി പാടിയത് ജഡം എന്ന തിരശ്ശീല ചീന്തി എന്നുള്ള മോക്ഷമാർഗം ഒരുക്കി. ദേഹം, കർത്താവിന്റെ ദേഹം തിരശ്ശീല ചീന്തപ്പെടുന്നത് പോലെ അതുപോലെ ചീന്തപ്പെട്ടില്ല. ദേഹമെല്ലാം മുറിവേറ്റും നുറുങ്ങിയവനായിട്ട് കർത്താവ് ആയിരുന്നു. ദേഹം അസകലമുള്ള രക്തമെല്ലാം പോയി. എന്നാൽ ദേഹം അതുപോലെ തിരശ്ശീല ചീന്തപ്പെടുന്ന പോലെ ചീന്തപ്പെട്ടില്ല. മറിച്ച് ജഡം എന്ന് പറഞ്ഞാൽ, ബൈബിളിൽ ജഡം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, എന്താ ഈ ജഡം? ഈ ജഡം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മുടെ സെൽഫ് വിൽ. എല്ലാവരും കേട്ടോ? ജഡം എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ സ്വന്തം ഇഷ്ടം. എല്ലാരും കേട്ടോ? എല്ലാരും എന്നെ നോക്കുന്നുണ്ടോ? ജഡം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സ്വന്തം ഇഷ്ടം, നമ്മളുടേതായ ഒരു ദൈവത്തിന് വിരോധമായിട്ടുള്ള നമ്മളുടെ ഒരു ഇഷ്ടമുണ്ട് നമുക്ക്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് നമ്മളിൽ പൊങ്ങുന്ന നമ്മളിലുള്ള ഒരു ഇഷ്ടം. ദൈവം ചില കാര്യങ്ങള് ഇപ്പം ദൈവം നമ്മളോട് ക്ഷമിക്കാൻ പറയുമ്പോൾ ക്ഷമിക്കാതിരിക്കുവാനുള്ളൊരു ജഡമുണ്ട് നമുക്ക്. നമ്മളെ ദൈവം ശാന്തനായിട്ട് സംസാരിക്കാൻ പറയുമ്പോൾ നമുക്ക് ദേഷ്യപ്പെട്ട് ആ ഒരു കോപിക്കാനും പരാതിയും വെറുപ്പും ആകുലപ്പെടാനും ഒക്കെ ഉള്ള ഒരു ജഡം നമുക്കുണ്ട്. കർത്താവ് വിശുദ്ധിയെ ആഗ്രഹിക്കുമ്പോൾ അശുദ്ധമാകാനുള്ള ഒരു ജഡം നമുക്കുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മളിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജഡം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്വന്തം ഇഷ്ടം, ആ സ്വന്തം ഇഷ്ടം, ആ സെൽഫ് വിൽ, അതിൽ തന്നെ പാപമല്ല. ആ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ കീഴടങ്ങുമ്പോഴാണ് പാപമായിത്തീരുന്നത്. അപ്പം യേശുവിന് ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ തന്നെ വാക്കുകളില് മത്തായി 26:39 ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് എന്താ പറയുന്നത്? എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം അത്രയും എന്ന് പറയുന്നത്. അപ്പൊ കർത്താവിന് എന്തുണ്ട്? സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ നിലയിൽ കർത്താവ് ഭൂമി വന്നു. കർത്താവ് സർവശക്തനായ ദൈവമായിട്ട്, പിതാവിന്റെ വചനമായിട്ട് നിത്യതയോളം ഇരിക്കുന്ന സമയത്ത് കർത്താവിന് സ്വന്തം ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ ഭൂമിയിലേക്ക് താനൊരു മനുഷ്യനായിട്ട് വന്നപ്പോൾ കർത്താവിന് എന്തുണ്ട്? ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ആ സ്വന്തം ഇഷ്ടത എപ്പോഴും, അത് ഗെത്സമനെ തോട്ടത്തിൽ മാത്രമല്ല, നമ്മള് യോഹന്നാൻ 6:38 എന്താ വായിക്കുന്നത്? നമ്മൾ എപ്പോഴും പറയുന്ന വാക്യങ്ങളായിട്ട് അതിന്റെ റെഫറൻസ് മാത്രം പറയുന്നത്. നിങ്ങളത് ഒന്നുകൂടെ എഴുതിയെടുക്കുക. യോഹന്നാൻ 6:38 എന്താ പറയുന്നത്? ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം യേശുവിനൊരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്വന്തം ഇഷ്ടം കർത്താവ് ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് കീഴടങ്ങി കൊടുത്തു. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും അതുപോലൊരു ക്രൂസിലൂടാണ് കർത്താവ് നമുക്കൊരു ശിഷ്യന്മാരുടെ ചെവിയും ശിഷ്യന്മാരുടെ നാവിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പറഞ്ഞാല് യേശുവിന്റെ ജീവിതത്തില് യേശുവിനൊരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ യേശു എപ്പോഴും തന്റെ ആ സ്വന്തം ഇഷ്ടത്തെ എപ്പോഴും യാഗപീഠത്തിന്മേല് വെച്ച്, കർത്താവെ എന്റെ ഇഷ്ടം പോലൊന്നും പിതാവേ വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ. കർത്താവ് ഒരു മനുഷ്യനാണ്. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഉരുവായി. എന്നാൽ കർത്താവ് ഒരു മനുഷ്യ സ്ത്രീയായിട്ടുള്ള മറിയത്തിലെ ഉരുവായത്. അതുകൊണ്ട് കർത്താവിനൊരു ജഡമുള്ളത്. എന്നാൽ ആ ജഡത്തിൽ പാപമില്ലായിരുന്നു. പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ് നമ്മൾ റോമർ 8 ആ 3-ാമത്തെ വാക്യം എല്ലാവർക്കും പരിചയമുണ്ടോ? റോമർ 8:3 നമുക്ക് പാപജഡമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മള് പുരുഷന്റെയും സ്ത്രീയുടെയും പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും ജനിക്കുന്നതുകൊണ്ട് നമുക്ക് പാപജഡമാണ് ഉള്ളത്. എന്നാൽ കർത്താവ് പുരുഷനിൽ നിന്ന് ജനിച്ചവനല്ല. കർത്താവ് സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിച്ചു. എന്നാൽ കർത്താവ് പരിശുദ്ധാത്മാവിനാലാണ് ഉരുവായത്. അപ്പൊ അതുകൊണ്ട് കർത്താവിന് പാപമില്ലായിരുന്നു. റോമർ 8:3 വാക്യത്തില പാപജഡത്തിന്റെ സാദൃശ്യത്തിലും ദൈവം തന്നെ പുത്രനെ പാപജഡത്തിൽ അയച്ചെന്നല്ല, ഒരിക്കലും അല്ല, ബ്ലാസ്ഫമി, അതൊരു ദുരുപദേശമല്ല. പാപജഡത്തിന്റെ സാദൃശ്യത്തില് എന്നുവെച്ചാല് എല്ലാത്തിലും നമ്മെപ്പോലെ തന്നെയുള്ള ജഡമാണ്. എന്നാൽ അതിൽ പാപമില്ലായിരുന്നു. നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെടാവുന്ന ഒരു ജഡമായിരുന്നു. എബ്രായർ 4:15 നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മെപ്പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും പാപം ചെയ്തില്ല എന്ന് വായിക്കുന്നു. അപ്പം എല്ലാത്തിലും പരീക്ഷിക്കപ്പെടാവുന്ന ഒരു ജഡത്തില് കർത്താവ് വന്നിട്ടും കർത്താവ് എപ്പോഴും പിതാവിന്റെ മുമ്പാകെ എപ്പോഴും ഒരു വട്ടപൂജ്യമായിട്ട് തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ പിതാവിനെ അളവില്ലാതെ കൊടുക്കുവാൻ സാധിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് നമുക്ക് യഥാർത്ഥത്തില് ശിഷ്യന്മാരുടെ ചെറിയ ഉണ്ടാവട്ടെ. അത് ഞാൻ പറഞ്ഞതല്ല. ഈ വെളിപാട് 1-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തിൽ അതാ നമ്മൾ എഴുതുന്നത്, അതാ നമ്മൾ വായിക്കുന്നത്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തില് നമുക്ക് ശിഷ്യന്മാരുടെ നാവ് വേണമെങ്കിൽ എന്ത് വേണം? ശിഷ്യന്മാരുടെ ചെവി വേണം. ഇപ്പൊ നമ്മള് കടയിൽ ചെന്ന് എന്തെങ്കിലും വാങ്ങിക്കുമ്പോ ഇത് വാങ്ങിക്കണമെങ്കിൽ അതും കൂടെ വാങ്ങിച്ചാലേ ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ശിഷ്യന്മാരുടെ നാവ് ഉണ്ടെങ്കിൽ, അല്ല, ശിഷ്യന്മാരുടെ ചെവി ഉണ്ടെങ്കിൽ ശിഷ്യന്മാരുടെ നാവ് കിട്ടത്തുള്ളൂ. അപ്പം കർത്താവ് സംസാരിച്ചതുപോലെയുള്ള കർത്താവെ സംസാരിക്കുവാന്, അത് കർത്താവ് സംസാരിച്ചതുപോലെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ വചനം സംസാരിക്കുന്നത് മാത്രമല്ല, നമ്മളുടെ ഓർഡിനറി ലൈഫ് കോൺവെർസേഷൻ, നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യയോട് സംസാരിക്കുന്നു, ഭർത്താവിനോട് സംസാരിക്കുന്നു, മക്കളോട് സംസാരിക്കുന്നു, സഹോദരങ്ങളോട് സംസാരിക്കുന്നു, അപ്പനോട് സംസാരിക്കുന്നു, അമ്മയോട് സംസാരിക്കുന്നു. ഈ സംസാരം, നമ്മുടെ വീട്ടിലുള്ള സംസാരം ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാണെങ്കിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ ഇവിടെ ഇരിക്കുക? അത് അയ്യോ വേറെ കേൾപ്പിക്കില്ലേ? അതില്ല. നമ്മളെ എങ്ങനെയാ നമ്മളുടെ വീട്ടിലെ സംസാരം? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞ പോലെ
നമ്മൾ ഈ ശിഷ്യന്മാരുടെ നാവ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ വലിയ ആത്മീയ വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളാ എന്നാ അത് തുടങ്ങുന്ന ഇവിടെ നമ്മളുടെ വീട്ടില് നമ്മളെ ഭാര്യയോട് സംസാരിക്കുന്ന, ഭർത്താവിനോട് സംസാരിക്കുന്ന, കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന, നമ്മളുടെ സഹപ്രവർത്തകരോട്, അപ്പനോട് സംസാരിക്കുന്ന, അമ്മയോട് സംസാരിക്കുന്ന, നമ്മളുടെ സഹപ്രവർത്തകരോടോ, നമ്മുടെ ക്ലയൻസ്, രോഗികളോടോ, ബൈസ്റ്റാൻഡേഴ്സിനോടോ, ബാക്കി അയൽപക്കത്തുകാരോടോ, വേറെ പല കാര്യങ്ങളോടോ. ശരിയാണ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാർക്കശ്യത്തോടെ വളരെ സുഖമായിട്ട് പറയേണ്ടടുത്ത് പറയണം. കർത്താവ് അതുപോലെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ കൃപയോട് പറയേണ്ടടുത്ത് ആ ഒരു ദയവോട് പറയേണ്ടടുത്ത് ദയവോടെയും, കാർക്കശ്യത്തോട് പറയേണ്ടടുത്ത് കാർക്കശ്യത്തോടെ. എന്ന കർത്താവിന്റെ വാക്കുകൾ എപ്പോഴും, കർത്താവിന്റെ വാക്കുകളൊന്നും ജഡത്തിൽ നിന്ന്, സ്വയത്തിൽ നിന്നായിരുന്നില്ല, മറിച്ച് ആത്മാവിൽ നിന്നായിരുന്നു എന്ന് പറയുന്നത് പോലെ. അതാ ശിഷ്യന്മാരുടെ ഒരു നാവ്. തളർന്നിരിക്കുന്നവനെ ഒരു വാക്കുകൊണ്ട് താങ്ങാൻ ഉള്ള ഒരു ശിഷ്യന്മാരുടെ നാവ് നമുക്ക് വേണമെങ്കിൽ, ശിഷ്യന്മാരെ പോലെ നമ്മൾ കേൾക്കണമെങ്കിൽ എന്താ പരിശുദ്ധാത്മാവിന്റെ നിറവില നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. നമ്മളിപ്പം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തില് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നുള്ളത് തെറ്റായ പരിഭാഷയാണെന്ന് ഞാൻ പറയും. ആത്മാവിലായി എന്നാണ് അവിടെ വേണ്ടത്. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. ഞാൻ ആത്മാവിലായിരുന്നു. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ന്യൂമോണിയ എന്ന് കണ്ടു കേട്ടിട്ടുണ്ട് അല്ലെ? ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലങ്സിനെ ബാധിക്കുന്ന അസുഖം ന്യൂമോണിയ. ന്യൂമ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നും ശ്വാസമെന്നും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദവി ന്യൂമ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറയുന്നത് ഉള്ളിൽ എന്നുള്ള അർത്ഥത്തില്. സോ ഞാൻ ആത്മാവിലായിരുന്നു. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ്. എന്ന സത്യവേദ പുസ്തകം നല്ല പരിഭാഷയാണ്. എന്ന പല പല തെറ്റുകൾ വന്ന് എന്നാൽ ചിലപ്പം ഇംഗ്ലീഷിലുള്ള ചില പരിഭാഷയുടെ ന്യൂനത സത്യവേദ പുസ്തകത്തിൽ കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ ഉൽപ്പത്തി 15:1 ഞാൻ തന്നെ നിങ്ങൾക്ക് അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്നുള്ളത് സത്യവേദ പുസ്തകത്തിൽ കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ NSBയിൽ അത് അത്ര കറക്റ്റായിട്ട് അത് വന്നിട്ടില്ല. ഓരോ പരിഭാഷയ്ക്ക് അതിൻ്റെതായ ന്യൂനതകളുണ്ട്. അപ്പം ഇവിടെ വെളിപാട് 1:10 കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായിരുന്നു. ആത്മാവിലായി, അതായത് പരിശുദ്ധാത്മാവിന്റെ നിറവിലായി. യോഹന്നാൻ അപ്പോസ്തലനെ പോലെ അതുപോലെ വർഷങ്ങളായിട്ട് കർത്താവിനെ ചാരി നടന്ന ഒരു മനുഷ്യന് തീർച്ചയായിട്ടും എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നെ ആയിരുന്നു. എന്നാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അനോയിന്റിങ്, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ദൈവത്തിൽ നിന്നുള്ള ഒരു അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവില് താൻ ആയിരുന്നപ്പോ എന്താ, താൻ കേട്ടു, എന്റെ പുറകിൽ കേട്ടു. 11-ാമത്തെ വാക്യത്തില് അതിന്റെ ലാസ്റ്റ് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത് ഒരു മഹാനാഥ എന്റെ പുറകിൽ കേട്ടു. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ അത് ചേർന്ന് വന്നിട്ടുണ്ട്. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ ആൻഡ് ഐ ഹേർഡ് ബിഹൈൻഡ് മീ എ ലൗഡ് വോയിസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് എ ട്രംപറ്റ്. പരിശുദ്ധാത്മാവിലായിരുന്നു, ഞാൻ കേട്ടു, ഞാൻ തിരിഞ്ഞു എന്നാണ് വായിക്കുന്നത്. മലയാളത്തിൽ അതെല്ലാം കൂടി ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ആ 11-ാമത്തെ വാക്യത്തിന് അവസാനമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആത്മാവിലായിരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നത്. റേഡിയോ, പണ്ടത്തെ റേഡിയോ ഒക്കെ ഇപ്പോഴത്തെ പിള്ളേർ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. റേഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ട്യൂൺ ചെയ്യുന്ന ഓരോ പഴയ സ്റ്റേഷനൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടോ തന്നെ അറിയാം. റേഡിയോ ഒക്കെ എത്ര പേര് കേൾക്കുന്നു അറിയത്തില്ല. റേഡിയോ ഇങ്ങനെ ട്യൂൺ ചെയ്യുമ്പോഴാ പർട്ടിക്കുലർ ഫ്രീക്വൻസി വരുമ്പോഴാ ആ സ്റ്റേഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ സ്റ്റേഷൻ ഒന്നും മാറിപ്പോയി വേറെ ഏതെങ്കിലും ഒക്കെ പ്രോഗ്രാം ആയിരിക്കും കേൾക്കുന്നത്. ആ കറക്റ്റ് ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാ അത് എന്ന് പറയുന്നത് വരെ നമ്മൾ ദൈവത്തിനെ ആ കറക്റ്റ് ഫ്രീക്വൻസിയിൽ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവില ദൈവത്തിന്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ദൈവത്തിന്റെ ഒരു ശബ്ദം എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ഈ ചെവി കേൾക്കുന്നത് പോലെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടായിരിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെവി കേൾക്കുന്ന പോലെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ആത്മാവിന്റെ എല്ലാ ദിവസവും ദൈവം സഹായിച്ച് കർത്താവിന്റെ ശബ്ദം എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവിന്റെ കൃപയാല. എന്ന് പറഞ്ഞാൽ ആത്മാവിലെ ആ യേശുവിന്റെ ഒരു അതൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്, അത് കേൾക്കുവാനായിട്ടുള്ള നമ്മുടെ ഒരു ശീലം. അത് ആടുകള് ഇടയന്റെ ശബ്ദം കേട്ട് ശീലിക്കുന്ന പോലെ ആടുകൾക്ക് അറിയാം ഇടയന്റെ ശബ്ദം ഏതാണെന്നുള്ള കാര്യം. വേറെ ആരെങ്കിലും ഇടയനല്ലാത്തവരാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ശബ്ദം നമ്മളിത് മിമിക്രി കാണിക്കാൻ നോക്കിയാൽ ആടുകൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ അതിന്റെ വീഡിയോ, ഒരു യൂട്യൂബ് വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് യോഹന്നാൻ 10-ാം അധ്യായം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അന്ന് ആ യൂട്യൂബ് വീഡിയോ അത് നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നു. എവിടെയും കണ്ട് ഇങ്ങനെ ആടുകളെ ഇടയൻ ഇങ്ങനെ ഏതോ ഒരു നമ്മുടെ ഏതാണ്ട് ഒരു ശബ്ദം മാറ്റി ശബ്ദം ഏതാണ്ട് ഒരു ശബ്ദം അവരുടെ ഭാഷ എന്തെങ്കിലും പറയുന്നതാണ് എന്താണെന്ന് അറിയത്തില്ല. ആ ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആടുകൾ എല്ലാം കൂടി ഓടിക്കൂടി ഇങ്ങനെ ഇടയനെ അങ്ങ് പൊതിയും. വേറൊരാൾ വന്ന് അതേപോലെ ശബ്ദം കേൾപ്പിക്കും. ആടുകൾ മൈൻഡ് ചെയ്യത്തില്ല. ആടുകൾ അവിടെ പുല്ലൊക്കെ മേടിച്ചിട്ടുണ്ടാവും എല്ലാവരും എന്ന് പറയുന്നത് പോലെ. അത് നമ്മുടെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ വായിക്കുന്ന കാര്യമാണ്.
പക്ഷെ നമ്മൾ ഈ കർത്താവിന്റെ ശബ്ദം ഓരോ ദിവസവും രാവിലെ തോറും അവനെ ഉണർത്തുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ എന്താ വായിച്ചേ? യെശയ്യാവ് 50:4 നമ്മൾ വായിച്ചേ. രാവിലെ തോറും ഉണർത്തുമ്പോ കർത്താവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണമെങ്കിലാണ് ഈ ജഡത്തിന്റെ തകർച്ച എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എന്താ യെശയ്യാവ് 50:4 നമ്മൾ തുടങ്ങി. അപ്പോ എന്നാ ദൈവത്തിൽ നിന്ന് കേട്ട് സംസാരിക്കുന്നതുണ്ട്, നമ്മളുടെ സ്വയമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പൊ ആ സ്വയമായിട്ട് പ്രസ്താവിക്കുന്ന ആ ജഡം ഉണ്ട്. ആ ജഡത്തിന്റെ ഒരു തകർച്ച വരുന്നതിന്റെ ഒരു പ്രൊപ്പോർഷനിലാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവും പരിശുദ്ധാത്മാവിൽ നമ്മൾ കർത്താവിനെ കേൾക്കുകയും കർത്താവിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ഇപ്പം ജഡത്തിന്റെ ഒരു തകർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടം. ആ സ്വന്തം ഇഷ്ടം ജഡത്തിൽ നിന്നുള്ള സംസാരം എന്ന് പറയുമ്പോൾ നമ്മള് എന്തോ ഒരു ദേഷ്യവും കോപവും മാത്രമല്ല, മറിച്ച് ഈ ജഡം തന്നെ നമ്മളുടെ ദേഹിയെ നിയന്ത്രിക്കാം. അപ്പം നമ്മളുടെ ഞാനൊരു സമാപന കൂടാരമൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു വന്നേ വെച്ചാൽ ആ ഒരു ആത്മാവ്, ദേഹി, ദേഹം എന്ന ഈ ആത്മാവിനെയും ദേഹിയെയും ഡിവൈഡ് ചെയ്യുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടിഷനാണ് എന്താ, അതിന്റെ ആ ഒരു സെപ്പറേഷനാണ് ഒരു തിരശ്ശീല, ജഡമാകുന്ന തിരശ്ശീല. അപ്പൊ ആ ജഡമാകുന്ന തിരശ്ശീല, അപ്പൊ നമ്മളുടെ ഓരോ വാക്കുകളും, നമ്മളുടെ ഓരോ പ്രവൃത്തിയും ഈ ജഡത്തിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് വരാം. അപ്പൊ ആ ജഡത്തിൽ നിന്ന് വരുന്നെന്ന് പറയുമ്പോൾ ആ ജഡത്തിൽ നിന്ന് ജഡത്തിൽ നിന്നുള്ള ആ ഒരു രാഗമോഹങ്ങളിൽ നിന്ന് നമ്മളുടെ ആ ഒരു സ്വന്തം മാനം അന്വേഷിക്കുന്ന ജീവനത്തിന്റെ പ്രതാപം ഒക്കെ ഈ ജഡത്തിലുള്ള ഒരു ലസ്റ്റാണ്, ഒരു രാഗമോഹമാണ്. അപ്പൊ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം ലോകത്തിലുള്ളതാണെന്ന് 1 യോഹന്നാൻ 2:16 പറയുന്നു. അതേ രാഗമോഹങ്ങൾ തന്നെ നമ്മുടെ ജഡത്തിലുള്ളത്. ആ ജഡമാകുന്ന തിരശ്ശീലയിൽ നമ്മുടെ ആ ഒരു സ്വന്തം മാനം, എനിക്ക് ഞാൻ വലിയ ആളാന്ന് എല്ലാവരും പറയണം, അപ്പൊ ഞാൻ ആരാ മോൻ, അയ്യോ പാവം ഞാനേ, അല്ലെങ്കിൽ നമ്മുടെ പരാതിയും പെറുപെറുപ്പും നമ്മുടേതായ ചില അതുപോലെയൊക്കെയുള്ള ചില ആ ഒരു ദേഷ്യവും കോപമോ സ്വയസഹതാപമോ അങ്ങനെയൊക്കെയുള്ള ജഡത്തിൽ നിന്നുള്ള ആ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ ആ ജഡത്തോട് ചേർന്ന് നിൽക്കുന്ന എന്താ, നമ്മളുടെ വിശുദ്ധ സ്ഥലം, ആത്മാവ്, അതിവിശുദ്ധ സ്ഥലം ജഡത്തിന് തിരശ്ശീലയ്ക്ക് അപ്പുറമുണ്ട്. തിരശ്ശീലയ്ക്ക് ഇപ്പുറം എന്തുണ്ട്? വിശുദ്ധ സ്ഥലം, ദേഹിയുണ്ട്. ആ ദേഹിയിൽ എന്തൊക്കെയുള്ളേ? നമ്മളുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും. അവിടെ നമ്മളുടെ മൈൻഡ്, ഇമോഷൻസ്, വിൽ പവർ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയല്ല അതിനകത്ത് വരുന്ന കാര്യം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധിശക്തി. അപ്പൊ നമ്മളുടെ ആ ജഡത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ, സ്വയമായിട്ട് സംസാരിക്കുന്ന പറയുമ്പോൾ നമ്മുടെ ജഡത്തിൽ നിന്ന്, ആ ജഡത്തിന്റെ ആ രാഗമോഹങ്ങൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതാകാം. പിന്നെ ആ ജഡം തന്നെ നമ്മളുടെ ദേഹിയെ നിയന്ത്രിച്ച് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ, എനിക്ക് ഈ കാര്യങ്ങൾ അറിയാം, ആ കാര്യങ്ങൾ അറിയാം, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മുടെ സ്വയമായിട്ട് ഉള്ള, ഇന്ന് ലോകത്തിലെ വലിയ വലിയ ശാസ്ത്രജ്ഞരും വലിയ വലിയ ഒത്തിരി ആൾക്കാരും ഒക്കെ അവര് എന്താണ് പറയുന്നേ, വളരെ മാന്യമായിട്ടെല്ലാം സംസാരിക്കുന്നു. എന്ന് അവരുടെ ബുദ്ധി, അവരുടെ ദേഹി അവരെ നിയന്ത്രിക്കുന്നത്, അവരുടെ ആ സോൾ പവർ, ആ ഒരു ദേഹിയിൽ നിന്നുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ആ ദേഹി എന്തിൽ നിന്ന് എന്താ അവരുടെ ദേഹിയെ നിയന്ത്രിക്കുന്ന വെച്ചാൽ അവരുടെ ആ ജഡമാണ്, അവരുടെ ആ സ്വയശക്തിയാ അവരുടെ ആ ദേഹിയെ നിയന്ത്രിക്കുന്നത്. അതിൽ നിന്ന് അവരോരോന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇന്ന് ആ ഒരു ദേഹിയിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വചനമൊക്കെ കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മള് ആ ഒരു എന്താണ് പറയുന്നത്, ദേഹിയിൽ നിന്ന് തന്നെ നമ്മുടെ അറിവിൽ നിന്ന് തന്നെ പല കാര്യങ്ങളൊക്കെ പറയുകയും പ്രസ്താവിക്കുകയും, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ ഭയങ്കര ഗഹനമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ദേഹിയിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ ആൾക്കാരെ ഉത്തേജിപ്പിക്കാൻ നോക്കും. ചിലരാണെങ്കിൽ അത് പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഇമോഷൻസ് സ്റ്റെയറപ്പ് ചെയ്യാൻ വേണ്ടി ട്രംപറ്റ് അടിക്കുകയും ചാടിത്തുള്ളുകയും ഓടുകയും ചാടുകയൊക്കെ ചെയ്ത് ദേഹിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കും. 2 തരത്തിലുള്ള ക്രിസ്തീയ ശുശ്രൂഷകളൊക്കെ നമ്മളെ ചുറ്റുപാടും കാണാനൊക്കെ. എന്ന് പറഞ്ഞാല് ഒന്ന്, ഈ ദേഹിയിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്, ഇച്ഛാശക്തി, തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഒരു കൂട്ടർ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ്, നമ്മൾ ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള പല അവിടെ ഇത് പറഞ്ഞ അത് അങ്ങനെ കുറച്ച് ബൗദ്ധികമായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ എക്സ്പോസിഷൻ ഓഫ് ദി സ്ക്രിപ്ചേഴ്സ്, ബൗദ്ധികമായിട്ട് ഈ വചനത്തെ തലനാരിഴ കീറി മുറിച്ച് അതുപോലെ അതിനകത്ത് പക്ഷെ ഒരു ജീവനില്ല, അവിടെ ഒരു സ്നേഹമോ കർത്താവിനോട് നമ്മളെ അടുപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല, മറിച്ച് പ്രായോഗികമായ ഒരു സന്ദേശമൊന്നുമില്ല, മറിച്ച് എന്തൊക്കെയോ കുറെ അറിവ് ചീർപ്പിക്കുന്ന ഒരു അറിവ് മാതിരിയുള്ള അങ്ങനെയുള്ള ആ ഒരു ദേഹിയിൽ നിന്നുള്ള അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയുണ്ട്, അങ്ങനെയുള്ള പറച്ചിലുകളുണ്ട്. പിന്നെ ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് പ്രസംഗത്തിനിടയിൽ ഓടിച്ചാടി തുള്ളി ഉരുണ്ട് വരണ്ട് എല്ലാരെയും ഇളക്കി മറിച്ച് എല്ലാരെയും കുലുക്കി പ്രവചിക്കുന്നു, ഏതാണ്ട് ഇന്ന്
ഇപ്പൊ ഏതാണ്ട് യൂട്യൂബില് കള്ളനായിട്ട് പിടിക്കപ്പെട്ട ആള് കൈവിലങ്ങ് വെച്ചുകൊണ്ട് അന്യഭാഷ പറയുന്നു. ഇതൊക്കെ നമ്മള് യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. എല്ലാ അന്യഭാഷ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന ഒരുപാട് അന്യഭാഷയും ഈ ഒരു വെറുതെ എന്തൊക്കെയോ കുറച്ച് ഭാഷകൾ അവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് യഥാർത്ഥത്തിലുള്ള അന്യഭാഷ വരെ ഉണ്ട്. എന്നാൽ അത് ദൈവത്തോട് നമ്മൾ സംസാരിക്കാനുള്ള കാര്യമാണെന്ന 14 നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ള അന്യഭാഷ അഥവാ സഭയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അതിനൊരു വ്യാഖ്യാനവും കൂടെ ഉണ്ടായിരിക്കണം, അല്ലാതെ അന്യഭാഷ പറയരുതെന്നൊക്കെ നമ്മൾ 14 നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അന്യഭാഷയ്ക്ക് എതിരായിട്ടുള്ളവരല്ല. അന്യഭാഷ ഉണ്ട്, തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള അന്യഭാഷ വരെ ഉണ്ട്. എന്നാൽ ഇന്ന് ക്രിസ്ത്യ കോളേജിൽ കാണുന്ന ഭൂരിഭാഗവും ഫേക്ക് ആയിട്ടുള്ള വ്യാജമായിട്ടുള്ള അനുകരണങ്ങൾ മാത്രം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ അപ്രവൽ അല്ലെങ്കിൽ ഭൗതികമായ ഉത്തേജനം, വൈകാരികമായ ഒരു ഇളക്കപ്പെരുപ്പം, ആ ഒരു രീതിയിൽ ഈ ജഡത്തിൽ നിന്ന് അവിടെ സ്വയമാകുന്ന തിരശ്ശീലയിൽ നിന്ന് തന്നെ അവര് ഒന്നുകിൽ ഈ ഇമോഷൻസിനെ ഇളക്കി വിടാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഇന്റലക്റ്റിനെ സ്റ്റെബിലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ അതെല്ലാം എന്താ ബാക്കിയുള്ളവരുടെ ഇമോഷൻസിലോട്ട് പോകും, അല്ലെങ്കിൽ ഇന്റലക്റ്റിലോട്ട് പോകും. ആത്മാവിലൊരു ആത്മീയവർദ്ധന ഉതകുന്നില്ല. മറിച്ച് ആ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അയ്യോ ആ പ്രസംഗത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു, അപ്പോഴത്തേക്ക് ഞാൻ അത് കണ്ടു ഇത് കണ്ടു, അപ്പോഴത്തേക്ക് എനിക്ക് ഷോക്ക് അടിച്ചു, ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ അവിടെ പോയി വീണു, അതുപോലൊക്കെയുള്ള അവരുടെ വൈകാരികമായ ചില ജിമിക്സ് ആണ്. ചിലരാണെങ്കിൽ അങ്ങ് വീഴുന്നു, ചിലർ ഉരുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു, ചിലര് ഇതൊക്കെ അഭിനയിച്ച് കാശ് വാങ്ങിക്കുന്നു, ചിലര് ഇത് അവരുടെ എന്താ പറയുക ഹിസ്റ്ററിക്കൽ റിയാക്ഷൻ ആയിട്ട് ഡിസോസിയേറ്റീവ് ഫിനോമിനൻ എന്നൊക്കെ ഞങ്ങൾ സൈക്കാട്രിസ്റ്റുകൾ പറയുന്ന കണക്കുള്ള അതുതരത്തിലുള്ള കാര്യങ്ങള്, ഉപബോധ മനസ്സിൽ നിന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള പിന്നെ സാത്താൻ ഇതൊക്കെ കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്നു. ഭോഷന്മാരായിട്ടുള്ള വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ ഇതെല്ലാം വാ തുറന്നതുപോലെ ഇത് തൊണ്ട തൊടാതെ വിടുങ്ങുന്നു, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ക്രിസ്ത്യ ആ ഒരു ഇമോഷണൽ ഇത്. എന്നാൽ വേറൊരു എക്സ്ട്രീം ഇന്റലക്ച്വൽ ആ ഒരു ഇത്. എന്നാൽ ആ ഇമോഷൻസിനെയോ ഇന്റലക്റ്റിനെയോ അല്ലെങ്കിൽ ആ വികാരങ്ങളെയോ ബുദ്ധിയെയോ ഇളക്കുന്ന ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യങ്ങളല്ല, മറിച്ച് അവിടെ നമ്മുടെ ദേഹിയിൽ എന്തും കൂടെ ഉണ്ട്, ഒരു വിൽ പവർ ഉണ്ട്, ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ്. അവിടെ ആണ് നമുക്കൊരു സറണ്ടർ വേണ്ടത്. അവിടെ നമ്മൾ എന്റെ ഇഷ്ടം പോലെയല്ല, യഥാർത്ഥത്തിൽ ആത്മാവിൽ നിന്ന് വരുന്ന വചനങ്ങൾ നമ്മളെ ആ ഒരു ദൈവഭാഗ്യ ഒരു സറണ്ടറിലേക്ക് നടത്താനാണ് ദൈവം നമ്മളെ ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മളെ ഒരു സമർപ്പണത്തിലേക്ക് നടത്താനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ യഥാർത്ഥത്തിലുള്ള ആത്മാവിൽ നിന്ന് വരുന്ന വചനങ്ങൾ നമ്മളെ കർത്താവിന്റെ മുമ്പാകെ നമ്മളതിനെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. അവിടെ നമ്മൾ ആ വചനത്തിന് മുമ്പാകെ നമ്മളങ്ങ് കർത്താവെ അവിടുത്തെ വചനം പോലെ ഇതിലാകട്ടെ എന്ന് യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയം എവിടെ പറയുന്നത്? ലൂക്കോസ് 1:38 വാക്യത്തിലാണ് പറയുന്നത്, ബീറ്റ് ആൻഡ് ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്, ബിഹോൾഡ് ദ ബോണ്ട് സ്ലേവ് ഓഫ് ദ ലോർഡ്. ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ വചനം പോലെ ഇതിലാവട്ടെ എന്ന് പറയുമ്പോൾ ആ വചനത്തെ ഒരു വാളിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. ഞാൻ ആ പറയുമ്പോൾ അതിന്റെ റെഫറൻസ് നിങ്ങൾ പറഞ്ഞു പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ആ റെഫറൻസ് എഴുതിയെടുത്താൽ മതി. നിങ്ങൾ പിന്നെ മിക്കവർക്കും അറിയാവുന്ന റെഫറൻസ് തന്നെ. ഇവിടെ വചനത്തിന് വാളെന്ന് പറയുമ്പോൾ അറിയാതെ എനിക്ക് പെട്ടെന്ന് റെഫറൻസസ് വരുന്നു. അപ്പോഴത്തേക്കും അതെല്ലാം കൂടെ റെഫറൻസ് പറയുമ്പോൾ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾ പറയണ്ട. നമ്മൾ ഇതിനൊക്കെ ഒത്തിരി തവണ കണ്ടിട്ടുള്ള റെഫറൻസ്. വചനത്തെ വാള് എന്ന് പറയുന്നത് എവിടെ? ഫെബ്രുവരി 4:12 പറയുന്നുണ്ട്, Efesiയർ 6:17 പറയുന്നുണ്ട്. പിന്നെ ഈവൻ വെളിപാട് പുസ്തകം 19 അധ്യായത്തിലും വചനത്തെ വാളായിട്ട് കർത്താവിന്റെ വായിൽ നിന്ന് വചനമാകുന്ന വാളെന്ന് അതിന്റെ വെളിപാട് 19:15 പറയുന്നുണ്ട്. അത് തന്നെ എഴുതിയെടുക്കാം, അത്രേ ഉള്ളൂ. അതെല്ലാം കൂടെ എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒപ്പം പറ്റത്തില്ല. അത് എഴുതിയെടുക്കുവാണെങ്കിൽ പിന്നീട് നമ്മൾ ബൈബിള് വീട്ടിൽ ചെന്ന് നോക്കുവാണെങ്കിൽ ആ വചനങ്ങൾക്ക് എടുത്താൽ കർത്താവിന്റെ വചനത്തെ വാളെന്ന് ഈ സൗകര്യം വെറുതെ പറഞ്ഞല്ല, ഇത് വചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അതിനുവേണ്ടി ഞാൻ റെഫറൻസ് ഒന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി റെഫറൻസ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന് പറയണ്ട, അതേ ഉള്ളൂ. അത് പാസീവായിട്ട് ഞാൻ പറയുന്ന പാസിംഗ് പറയുന്ന റെഫറൻസസ് അത് പറ്റുന്നതൊക്കെ എഴുതിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന ആ വചനങ്ങളെങ്കിലും നിങ്ങൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടോ അല്ലെങ്കിൽ പരസ്പരമോ നിങ്ങൾ ഇതിന് ശേഷമാണെങ്കിലും ചോദിച്ചാൽ എത്ര മണിക്കൂർ ഇരുന്നും ഞാൻ പറഞ്ഞു തരാമെന്ന് ഞാൻ വാക്ക് തരുന്നു. ഇനിയിപ്പോ ഇവിടെ ഒരു ദിവസം മൊത്തം താമസിച്ച് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ, ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ വചനത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള ഇതിപ്പോ ഒരു തിരശ്ശീല ചീന്തം എന്ന് പറയുമ്പോൾ ആർക്കും തുണി കീറുന്നു, അത് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് വെച്ചാൽ അത് എന്താ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഈ വചനമാകുന്ന വാള് ഈ വചനത്തിന് മുമ്പാകെ ആത്മാവിൽ നിന്ന് വരുന്ന വചനത്തിന് മുമ്പാകെ നമ്മളങ്ങ് കീഴടങ്ങുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വചനമാകുന്ന വാള്, ആ വാളിനൊരു ജ്വാലയുണ്ടെന്നാ പറയുന്നത്. എവിടെ പറയുന്നത്? വാളിന്റെ ജ്വാലയുമായി കെരൂബിനെ
ജീവവൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാക്കുവാനായിട്ട് നിർത്തിയെന്ന ഉൽപ്പത്തി 3:24 പറയുന്നു. ഫ്ലെയിമിംഗ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ ആ വചനം നമ്മൾ സകലം കേട്ടിട്ടുള്ള ആ വചനം ദൈവവചന, ആ വാള് ദൈവവചനത്തെയും ആ ജ്വാല പരിശുദ്ധാത്മാവിനെയും കുറിക്കുന്നതാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവില് നമ്മൾ ആകണമെങ്കിൽ എന്താ, നമ്മൾ പരിശുദ്ധാത്മാവിലായാലേ കർത്താവിന് കേൾക്കാൻ പറ്റുള്ളൂ. കർത്താവിനെ കേട്ടാലേ കർത്താവ് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പരിശുദ്ധാത്മാവില് നമ്മൾ ആകുന്നത് എന്താണ്? ഇന്ന് ക്രിസ്തീയ ലോകത്ത് പരിശുദ്ധാത്മാവിലാകുന്നു പറഞ്ഞാൽ അവരിങ്ങനെ ഒത്തിരി ശബ്ദത്തിൽ ബഹളം വെച്ച് പാട്ട് പാടി കൈകൂട്ടി തുള്ളിച്ചാടി ഇങ്ങനെ സ്പ്രിംഗ് പോലെ ചാടുമ്പോൾ പരിശുദ്ധാത്മാവിലായി ദൈവാത്മാവ് വന്നു. അതൊക്കെ ഡിസെപ്ഷൻ, അതൊക്കെ വഞ്ചനയാണ്. അതൊന്നും അവർ ഒരു ആത്മാവിലും ആയിട്ടില്ല. അവരവരുടെ ദേഹിയിലുള്ള ഇറ്റ്സ് എ ബാപ്റ്റിസം ഓഫ് ദ സോൾ എന്ന് സാക്ബറിന്റെ ഭാഷയിൽ പറയാം. എന്നുവെച്ചാൽ അതൊരു ദേഹിയിലുള്ള സ്നാനമാണ്, ആത്മാവിലുള്ള സ്നാനമില്ല. എന്നുവെച്ചാൽ ദേഹിയിൽ അവര് ഇപ്പൊ ഒത്തിരി റോക്ക് മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്കും ചില പിള്ളേർ ഇങ്ങനെ പെട്ടെന്ന് ചാടിത്തുള്ളി ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. വെച്ചാൽ അവരുടെ ആ താളത്തിനൊത്ത് എന്നാണെങ്കിൽ ഇതുപോലെ ചാടിത്തുള്ളി ഇതുപോലെ ഈ ബഹളം ആ താളത്തിനൊത്തവണ്ണം അവരുടെ ദേഹിയിലുള്ള ഒരു ഇമോഷണൽ അപ്റ്റൂവലിൽ അവർക്ക് എന്തോ ഒരു ശക്തി ലഭിച്ചോണക്കോ അതുപോലൊക്കെയുള്ള, അത് ജാതീയമായിട്ടുള്ള ഒരു ആരാധനാലയങ്ങളിലും ഒക്കെ അതുപോലുള്ള സമ്പ്രദായങ്ങളിലും ഒക്കെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ട ഞങ്ങളെ പോലുള്ളവര് ഇതൊക്കെ വന്നിട്ടുള്ള ഇവിടെ ക്രിസ്ത്യൻ ലോകത്ത് ഇതുപോലൊക്കെയുള്ള ഇതിനെയും വെല്ലുന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പടം മേടിച്ച് പന്തളത്ത് വന്നപ്പോൾ പന്തം എടുത്ത് പടം പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ എങ്കിലും കർത്താവ് എന്നെ ദിവസമായി CSC പോലുള്ള ചർച്ചിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഈ പന്തംകുളത്തി പടം കാണാതെ കാര്യങ്ങൾ എനിക്ക് പിന്നീട് സാങ്ക്വറിയിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പന്തംകുളത്തി പടയൊക്കെ പലയിടത്തും ഉണ്ട കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നീട് നിർഭാഗ്യവശാൽ ചിലയിടങ്ങളിലൊക്കെ ഒന്ന് പോയി ചിലപ്പോൾ എന്തെങ്കിലും ഒരു വചനം ഷെയർ ചെയ്യാനൊക്കെ ചിലർ വിളിച്ച് പോയിട്ടുള്ളപ്പോഴൊക്കെ ഇതുപോലെ പന്തംകുളത്തി പടയെ കണ്ട് അയ്യോ ദൈവമേ, ദൈവം സഭയ്ക്കായിട്ട് നന്ദി സ്തോത്രത്തോടെ തിരിച്ചു വരാൻ ദൈവം സഹായിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ ആകുമ്പോഴാണ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ നിരന്തരമായിട്ടാകുന്നത് എപ്പോഴാണ്? എപ്പോഴും നിരന്തരമായിട്ട് നമ്മെ തന്നെ ഒരു പൂജ്യമായിട്ട് സീറോമായിട്ട് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ആ അമ്മ മറിയം, യേശുവിന്റെ അമ്മയായിട്ടുള്ള മറിയം പറഞ്ഞതുപോലെ ആ വചനത്തിന് മുമ്പാകെ, വചനവാദം കർത്താവിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മളിലുണ്ടാകും. ആ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന് ഉറപ്പ് നമ്മളൊക്കെ എല്ലാവർക്കും വേണം. ആ ഒരു ഉറപ്പില്ലാത്ത സഹോദരങ്ങളും നമ്മുടെ ഇടയിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ വേദനയും ഭാരവും ഉണ്ട്. അതൊരു നമ്മുടെ ബർത്ത് റേറ്റാണ്. നമ്മള് കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കത്തോലിക് പാതയിലോ പിന്നെ പുതിയ പോലീസ് പരിശുദ്ധാത്മാവ് എന്നെ നിറയ്ക്കണം. ഏത് പ്രാർത്ഥനയുടെ പ്രായമാണെങ്കിലും എന്താ, ജീസസ് ക്യാൻ ഫിൽ യു വിത്ത് ഹിസ് ലവ്. യേശുവിന്റെ സ്നേഹത്താല് നമുക്ക് കർത്താവിനെ നമ്മളെ നിറയ്ക്കാനുണ്ട്. അത് പ്രായവ്യത്യാസമൊന്നുമില്ല. നിങ്ങളുടെ യൗവനക്കാര് വയോധികരും എല്ലാം ആത്മാവിനെ നിറഞ്ഞ് പ്രവചിക്കും, ദർശനങ്ങളെ കാണുന്നൊക്കെ പുസ്തകത്തിൽ 2:17 ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് പറഞ്ഞത്. എന്തെങ്കിലും ഒരു നമ്മളുടെ ഫീലിങ്സിലുള്ള ഒരു ഫീലിംഗ് അല്ല, ഒരു വികാരത്തിലല്ല, മറിച്ച് നമ്മുടെ ആത്മാവില് ദൈവാത്മാവിൽ നിറഞ്ഞ ദൈവത്തിന്റെ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും പ്രാഥമികമായിട്ട് ദൈവാത്മാവിന്റെ ഫലമായിട്ട് നമ്മൾ Galatia 5:22-23 വായിക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനം. ഇപ്പൊ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഉള്ളൊരു പ്രധാന സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ ഫീലിങ്സില് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ആത്മാവില് അത് നമുക്കൊരു വലിയൊരു ഉറപ്പായിട്ട് കർത്താവിന്റെ ആത്മാവിനെ നിറഞ്ഞിരിക്കുന്നുള്ള ഒരു ഉറപ്പ്. ആ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് എന്താ നമുക്ക് കർത്താവിന്റെ ശബ്ദത്തെ വ്യക്തമായിട്ട് കേൾക്കാനും, കർത്താവിന്റെ ശബ്ദത്തെ വ്യക്തമായിട്ട് കേൾക്കാനുള്ള ഒരു കർത്താവ് തന്നിട്ടുള്ള ഒരു റെയിൽപാത, ഒരു ട്രെയിനിന് റെയിൽപാത എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ദൈവവചനം എല്ലാ ദിവസവും നമ്മൾ ധ്യാനിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവിന്റെ ശബ്ദം പതുക്കെ പതുക്കെ കേട്ടു തുടങ്ങാനായിട്ട് കർത്താവ് നമ്മളെ ശീലിക്കും. അങ്ങനെ ഇടേണ്ട ശബ്ദം ആട് തിരിച്ചറിയുന്നത് പോലെ കർത്താവ് നമ്മുടെ ആത്മാവിൽ സംസാരിക്കുന്ന ശബ്ദവും ബാക്കി നമ്മളുടെ ലോകത്തിന്റെ ശബ്ദങ്ങളും ബാക്കിയുള്ള പല പല ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശുകർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം നമുക്ക് പതുക്കെ പതുക്കെ ആ കർത്താവ് പറയുന്നതിനെ കുറച്ചുകൂടെ ഒന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു പക്വതയിലേക്ക് നമ്മൾ വരിക. അപ്പൊ അത് മൈ ഷീപ്പ് നോ മൈ വോയിസ്, മൈ ഷീപ്പ് ഹിയർ മൈ വോയിസ്. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഒരു വന്യവയോധികനായിട്ടുള്ള ഒരു ദൈവപുരുഷനോട് ചോദിച്ചു, ആടുകളുടെ ശബ്ദം കേൾക്കുന്നു പറഞ്ഞിട്ട് ഞാനൊന്നും ശബ്ദം കേൾക്കുന്നില്ല. ആടുകൾ ശബ്ദം കേൾക്കുന്നു. എന്നാൽ കുഞ്ഞാടുകള് ശബ്ദം കേട്ട് ശീലിച്ച് ആടുകളാവുമ്പോൾ ശബ്ദം കേൾക്കാനത് കുറച്ചും കുഞ്ഞാടുകളായിരിക്കുമ്പോൾ നമ്മള് കുറച്ചുകൂടെ ഈ കുഞ്ഞാടുകളായിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കണം. നമ്മള് കേൾക്കുന്ന എല്ലാ ശബ്ദവും നമ്മുടെ ജഡത്തിന്റെ ശബ്ദമായിരിക്കാം, ലോകത്തിന്റെ ശബ്ദമായിരിക്കാം, അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതെല്ലാം നമുക്ക് മനസ്സിൽ തോന്നുന്നതല്ല. ഇന്ന് ചില പറയും യേശു എന്നോട് പറഞ്ഞു മരുന്നെടുക്കേണ്ടത്. അപ്പോഴേ നമുക്ക് മനസ്സിലാവും അവരുടെ യേശു വേറൊരു യേശു എന്നുള്ള കാര്യം. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ യേശു വചനത്തിലുള്ള യേശു. എന്നാൽ മറ്റൊരു യേശു
ചിലരോട് പറയുന്നുണ്ട് അതിന് നിങ്ങൾ ഇങ്ങനെ മരുന്നെടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളെ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെയുള്ള ചില ദൈവം എന്നോട് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദൈവശബ്ദം കേട്ടെന്നൊക്കെ പറഞ്ഞ് അവർക്ക് തന്നെ വഞ്ചിക്കുന്ന പലരും ഉണ്ട്. നമ്മൾ അവരെ കല്ലെറിയാനല്ല, മറിച്ച് നമുക്ക് അവരോട് സഹതാപവും സ്നേഹമേ ഉള്ളൂ. അതായത് അവരെ ദൈവം ആ ഒരു ഇതിലേക്ക് അവരെ ഒരു പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ദൈവം പറഞ്ഞു മരുന്നെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിലര് ഷുഗറൊക്കെ കൂടി പിന്നെ അഡ്മിറ്റ് ആയിട്ട് പല പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ആയിട്ടൊക്കെ ഈ അടുത്തൊക്കെ അതിനെ കുറിച്ചുള്ള പല കാര്യങ്ങളൊക്കെ നമ്മള് ദൈവം പറഞ്ഞ് മരുന്നെടുക്കേണ്ട, അപ്പൊ അതുകൊണ്ട് മരുന്നെടുക്കുന്നില്ല. അപ്പൊ പിന്നെ അവർ ഷുഗറും കാര്യങ്ങളൊക്കെ കൂടി പിന്നെ വല്ലാതെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ബോധമില്ലാതെ പോയി, പിന്നെ ആശുപത്രി കൊണ്ടുപോയി സർജറി ചെയ്യുന്നു, പിന്നെ കാലുവിരൽ മുറിച്ച് മാറ്റുന്നു. അതുപോലെയൊക്കെയുള്ള എന്തൊക്കെയോ അതുപോലെ ദൈവനാമത്തെ ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ പല അഭിപ്രായങ്ങളും ഒക്കെ ഇന്ന് യേശുവിന്റെ ശബ്ദം കേൾക്കുന്നു പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ ഒരു വഞ്ചനയുണ്ട്. എന്നാൽ അതിലേക്കൊന്നും നമ്മൾ പോകുന്ന കാര്യമില്ല, മറിച്ച് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ വേറുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നത്. ആ ദൈവവചനത്തിൽ എല്ലാ ദിവസവും നമ്മൾ ധ്യാനിക്കുകയും ദൈവവചനം നമ്മൾ മൊത്തം വായിച്ചു തീർത്തിട്ടില്ലെങ്കിൽ എത്രയും നേരത്തെ ദൈവവചനം നമ്മൾ മൊത്തം വായിച്ചു തീർക്കാനും ആ ദൈവവചനം മനസ്സിലാക്കാനുള്ള ഉപാധികളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സാൻഡ് ത്രൂ ബൈബിളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേഴ്സ് ബൈബിൾ സ്റ്റഡി ഉണ്ട്. നമ്മുടെ തന്നെ ബൈബിൾ സ്റ്റഡീസ് എല്ലാ ആഴ്ചയും നമ്മൾ നടക്കുന്നുണ്ട്. അങ്ങനെ അതിലൊക്കെ ദൈവവചനത്തെ ആഴത്തില് ധ്യാനിച്ച് കർത്താവിന്റെ വചനത്തിൽ നിന്ന് കർത്താവിനെ കേട്ട് നമ്മൾ ശീലിക്കുമ്പോൾ എന്താ നമുക്ക് കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഒരു ചെവി ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ശിഷ്യന്മാരുടെ ഒരു നാവും ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു കർത്താവിനെ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവില് കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവുന്നതിനനുസരിച്ച് ആ ഒരു സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ അത് ശിഷ്യന്മാരുടെ നാവായിട്ട് ദൈവം അത് ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജഡം, ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ജഡം, നമ്മളുടെ സ്വന്തം ഇഷ്ടം ക്രൂസിലാണെങ്കിൽ, സമർപ്പണത്തിലാണെങ്കിൽ, സീറോയിലാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളുടെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് ശിഷ്യന്മാരുടെ നാവായിട്ട് കടന്നിരിക്കുന്നതിനെ താങ്ങുന്ന ഒരു വാക്കായിട്ട് മാറും. അങ്ങനെ ആവണം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സാഗ്ബോറിനെ ദൈവം ഫുൾ ടൈം മിനിസ്ട്രിയിലോട്ട് വിളിക്കുന്ന യേശയ്യാവ് 49 അധ്യായത്തിന്റെ വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോ എന്നെ ദൈവം ഫുൾ ടൈം മിനിസ്ട്രിയിലോട്ടല്ലേ, മറിച്ച് എന്റെ പ്രൊഫഷനിലോട്ട് ദൈവം വിളിച്ച് അതിന്റെ തൊട്ടടുത്ത അധ്യായം യേശയ്യാവ് 50 അധ്യായത്തിലൂടെ കർത്താവ് ആ ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലോട്ടല്ല, മറിച്ച് എന്റെ സൈക്യാട്രിക് മിനിസ്ട്രിയിലോട്ട് ദൈവം വിളിക്കാൻ വേണ്ടി. ബ്രദറിന് 49 ആണെങ്കിൽ എന്റെ 50 അധ്യായമാണ് അന്ന്. ദൈവം 50 അധ്യായം മൊത്തം ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് CMC വെല്ലുവിലേക്ക് ദൈവം 2009 ഏപ്രിൽ മാസത്തിൽ ദൈവം ആ ഒരു ദർശനമൊക്കെ തന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് സൈക്യാട്രി എന്നുള്ള ആ ഒരു സ്പെഷ്യാലിറ്റി MBBS പഠിക്കുന്ന സമയത്ത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. എന്ന് വെച്ചാൽ എന്തോ ഈ ഫെയ്ത്തിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരൊക്കെയാണ് ഈ സൈക്യാട്രിസ്റ്റുകൾ എന്നൊക്കെ ഉള്ളവരും. അങ്ങനെ ഉള്ള ആൾക്കാർ ഒത്തിരി സൈക്യാട്രിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സൈക്യാട്രിയെ കുറിച്ച് തന്നെ എനിക്കൊരു വല്ലാത്തൊരു അവമതിപ്പായിരുന്നു. അപ്പം എന്നാ ഞാൻ 2009 ഏപ്രിൽ മാസം 17, 18, 19 ഒരു 2.5 ദിവസത്തെ ഒരു റിട്രീറ്റ് കോട്ടയത്ത് മാങ്ങാനത്ത് ഒരു ലൈഫ് പ്രൊവിഷൻ സെമിനാർ എന്ന് പറഞ്ഞ് ഒരു ഒട്ടൻചത്ര എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിലെ നമ്മുടെ അഭിജിത്തൊക്കെ അവിടെ ഒട്ടൻചത്രത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സീനിയർ മോസ്റ്റ് ഡിസിഷൻ ആയിട്ടുള്ള ഡോക്ടർ കുരുവർക്കി എന്ന് പറഞ്ഞൊരു സാറ്, അവന്റെ ഒരു റിട്രീറ്റ് ഞാൻ അന്ന് അറ്റൻഡ് ചെയ്യുകയും അതിന്റെ ആ 2.5 ദിവസത്തെ ആ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു റിട്രീറ്റ് കഴിഞ്ഞിട്ട് സാറ് എന്നെ വിളിച്ച് സംസാരിക്കും. അപ്പൊ ഞാൻ PG എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ എഴുതുന്ന ആ ഒരു സമയം, പല ഹോസ്പിറ്റലൊക്കെ MBBS കഴിഞ്ഞ് ഡ്യൂട്ടി ഒക്കെ പലയിടത്ത് എടുത്ത് PG എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന സമയം. അപ്പം സാർ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, സന്ദീപ് എന്ത് സ്പെഷ്യാലിറ്റിയാ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മെഡിസിനോ പീഡിയാട്രിക്സോ അതുപോലെയൊക്കെയുള്ള അതൊക്കെ എനിക്ക് ഇഷ്ടം. അപ്പൊ സാർ പറഞ്ഞു വാട്ട് അബൌട്ട് സൈക്യാട്രി കുറിച്ച് എന്താ പറയുന്നത്? എനിക്കാണെങ്കിൽ സൈക്യാട്രി കേൾക്കുമ്പോൾ തന്നെ നോസിയേറ്റിംഗ് ഫീലിംഗ് മാതിരിയാണ്. സൈക്യാട്രി സാർ അത്രയും വലിയ സീനിയർ മോസ്റ്റ് ഫിസിഷ്യനായിട്ടുള്ള സാറ് പറയുമ്പോൾ നമുക്ക് പിന്നെ സാറിനോട് അങ്ങനെ തുറന്ന് പറയാനൊക്കെ സാറിന് എനിക്കതിൽ വലിയ എക്സ്പോഷർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ സാർ അതിനെന്താ ഒട്ടനവധി വന്ന് വർക്ക് ചെയ്യാം, അവിടെ സൈക്യാട്രി ആളൊക്കെ ഉണ്ട്. ഒരു ക്രിസ്ത്യൻ കൗൺസിലിങ്ങിന്റെ ഒരു നീഡ് നമ്മുടെ മെഡിക്കൽ ഫ്രറ്റേണിറ്റിയിലുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ക്രിസ്ത്യൻ കൗൺസിലിംഗിലെ നീടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റോടെ ആരെങ്കിലും തിരഞ്ഞെടുക്കട്ടെ, എന്നെ എന്തോ തന്നെ എന്നുള്ള രീതിയിൽ ഞാൻ ഉള്ളിൽ പറഞ്ഞു. പക്ഷെ സാറിനോടുള്ള ബഹുമാനാർത്ഥം ഞാനത് തുറന്ന് മുറമോട്ട് പറഞ്ഞില്ല.
ഇത് ഏപ്രിൽ മാസം 19 ഏപ്രിൽ മാസം 19 അന്ന് 2009 ഏപ്രിൽ മാസം 19 എന്ന് പറയുന്ന ആ ഒരു ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്കായിരുന്നു നടക്കുന്നത്, ഉച്ചയ്ക്ക് 1:15 മണിക്ക്. അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് കരുനാഗപ്പള്ളിയിലോട്ട് ട്രെയിൻ കയറി വരുമ്പോഴേ അവിടെ ചവറ അരവിന്ദ് ഹോസ്പിറ്റലിൽ ഞാൻ ഇടയ്ക്ക് ഡ്യൂട്ടി എടുത്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അന്ന് നൈറ്റ് കാഷ്വാലിറ്റി എടുക്കാൻ ആരുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ഷീണിച്ചായിരിക്കുന്നത്, വേറെ ആരെങ്കിലും നിങ്ങൾ വിളിക്കാമോ? അല്ല, ഡോക്ടറെ ഉള്ളൂ, ഡോക്ടർ തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ഡിന്നർ കഴിക്കാൻ പോലും ഉള്ള സമയം കിട്ടിയില്ല. ഡിന്നർ എന്തോ പാക്ക് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് സ്കൂട്ടർ എടുത്തുകൊണ്ട് ചവറ അരവിന്ദ് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എടുക്കാൻ പോയി. സൺഡേ ഹെവി കാഷ്വാലിറ്റി ആയിരുന്നു. രാത്രി ഒരു 1:15 മണി വരെയും കോളുകളായിരുന്നു. അതായത് 20 തീയതി, ഏപ്രിൽ മാസം 20 തീയതി ആയി. ഏപ്രിൽ മാസം 20 തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ച, ഏപ്രിൽ മാസം 19 ഞായറാഴ്ച 2009. അപ്പൊ രാത്രി ഒരു 1:15 മണിയായി. ഉച്ചയ്ക്ക് 1:15 ഈ സംഭവം ഞാൻ പറഞ്ഞത്. രാത്രി 1:15 ആ ഒരു ഹെവി കാഷ്വാലിറ്റി ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ആ ഒരു റിട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതിന്റെ വലിയൊരു ആത്മീയമായിട്ടുള്ള ഒരു വലിയ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ കുറച്ചു നേരം ഇരുന്ന് കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ കേൾക്കണം, ജസ്റ്റ് ഡിലൈറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിൽ ആനന്ദിക്കണം എന്നുള്ളൊരു ഇതോടെ ഞാൻ അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് റൂമില് ചവറയിലുള്ള അരവിന്ദ് ഹോസ്പിറ്റല്, ഇപ്പോഴും നമ്മളിവിടെ എപ്പോഴും അവിടെ ഹോസ്പിറ്റൽ അതിനുണ്ടെന്ന് എന്റെ വിശ്വാസം. അപ്പൊ അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് റൂമിൽ ഇങ്ങനെ കസേര കയറിയിരുന്ന് കെടൽമേല് വെച്ച് എന്റെ അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബൈബിള് അവിടെ അടുത്ത് വെച്ച് ഞാൻ അങ്ങനെ ഇരുന്ന കർത്താവില് ആനന്ദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് റൂമിന്റെ വാളില്, അത് വൈറ്റ് വാഷ്ഡ് വാളാ, പെട്ടെന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ അവിടെ കാണുക. അപ്പം എനിക്ക് തന്നെ പെട്ടെന്ന് എനിക്ക് 3-4 തവണ അങ്ങനെ ദർശനത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഇത് രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ആദ്യത്തെ പറഞ്ഞ ദൈവം ഒരു പെട്ടെന്ന് ഒരു ഫുൾഫിൽ ചെയ്ത് ദൈവം എന്നെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി കുറച്ച് ആഴ്ചകൾ മുമ്പ് കണ്ട് എന്തോ ഒരു വ്യക്തിയെ കുറിച്ചും അങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചായിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കുറെ പാവം പിടിച്ച് കുറെ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ ഇരുന്ന് കരയുന്ന, ഇരുട്ടത്തിരുന്ന് കരയുന്ന ഒരു രംഗമാണ് കാണുന്നത്. അതിനകത്ത് ഒരു 70 വയസ്സുള്ള ഒരാളും ഒരു 8 വയസ്സുള്ള ഒരു പെൺകൊച്ച്, അവര് ദയനീയമായിട്ടൊരു മുഖവും കാണുന്നുണ്ട്. അവര് വല്ലാത്തൊരു ദീനരോധനം മാതിരി. അപ്പൊ എനിക്ക് പെട്ടെന്ന് അവരോടുള്ള വലിയൊരു മനസ്സലിവില് ദൈവം എന്റെ ഹൃദയത്തെ നിറച്ചിട്ട് ഇവരെ ദൈവത്തിന് എന്നിലൂടെ സ്പർശിക്കാനുണ്ടെന്നുള്ളൊരു ഉള്ളാലൊരു ബോധ്യവും പെട്ടെന്ന് സൈക്യാട്രി എന്നുള്ള വെച്ചാൽ അതുവരെ എനിക്ക് സൈക്യാട്രി എന്നുള്ളത് വളരെ അവേഷനായിട്ടിരുന്ന, വളരെ അലർജി ആയിട്ടിരുന്ന കാര്യം, പെട്ടെന്ന് ഈ സൈക്യാട്രി എന്നുള്ള സ്പെഷ്യലി അതിനെക്കുറിച്ച് ആ ഒരു ഫീൽഡിനെ കുറിച്ച് വലിയൊരു നദി പോലുള്ള ഒരു സമാധാനം വന്ന ഹൃദയത്തിൽ ഒന്ന് നിറയുകയും. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ കർത്താവെ സൈക്യാട്രി ഇനിയിപ്പോ അതാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത തരണം. വെച്ചാൽ എനിക്ക് ഇതുവരെ ഇഷ്ടമില്ലാത്തൊരു സ്പെഷ്യാലിറ്റി പിന്നെ പിടിച്ചുകൊണ്ട് എനിക്ക് ജീവിതം മൊത്തം തുടർന്നുകൊണ്ട് പോകാൻ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ബൈബിൾ എടുത്ത് തുറന്നു നോക്കണം എന്നൊരു ഉള്ളിലൊരു പ്രേരണ തോന്നി. അപ്പൊ അന്ന് ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന ഒരു NASB മാത്രമുള്ള ഒരു ഇംഗ്ലീഷ് ബൈബിളാണ്. ഇപ്പൊ ബൈലിംഗൽ ബൈബിൾ പിന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ബൈബിൾ എടുത്ത് ഞാനത് മറിച്ച് ദൈവാത്മാവ് സ്വാതന്ത്ര്യം തരുന്ന ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഞാൻ ബൈബിൾ എടുത്ത് മറിച്ചപ്പോ നമ്മൾ ആദ്യം വായിച്ച് യെശയ്യാവ് 50-ാം അധ്യായം അത് തുറന്നു വന്നേ. യെശയ്യാവ് 50-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം അതിനകത്ത് എഴുതിയിരിക്കുന്നേ. യെശയ്യാവ് 50-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം ഇങ്ങനെ, എന്റെ NASB ബൈബിള് ഇപ്പോഴും അവിടെ വീട്ടിലിരിപ്പുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ആ പേജ് തുറക്കുമ്പോൾ 2-ാമത്തെ വാക്യം അതിന്റെ ആദ്യത്തെ വാക്യമായിട്ടുണ്ട്. അപ്പൊ അത് എന്റെ കണ്ണിൽ ഉടക്കുന്നേ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പറയുന്നേ, യെശയ്യാവ് 50-ന്റെ 2-ാമത്തെ വാക്യം, ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിക്കുവാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിക്കുവാനും സംഗതി എന്ത്? അയ്യോ, കർത്താവ് വിളിച്ചപ്പോ ഞാൻ ഉത്തരം പറയാതിരിക്കാൻ എന്താണ് ചോദിക്കുന്നത്? അപ്പൊ ഇതൊരു കർത്താവിന്റെ വിളിയാണ്, ഈ ഒരു ദർശനം കർത്താവിന്റെ ഒരു വിളിയാണെന്നുള്ള ഒരു ബോധ്യം വന്ന്. വീണ്ടെടുക്കാൻ കഴിയാതെ എന്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നു, അല്ല വിടുവിക്കുവാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ എന്റെ ശാസനം കൊണ്ട് ഞാൻ സമുദ്രത്തെ പറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാകുന്നു. ദൈവത്തിന്റെ വലിയ സർവശക്തിയെ കുറിച്ചൊക്കെ പറയുന്ന പല കാര്യങ്ങൾ. വെള്ളം ഇല്ലായകയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു. ഞാൻ ആകാശത്ത് ഇരുട്ടടപ്പിക്കുകയും രട്ട് പുതിപ്പിക്കുകയും ചെയ്യുന്നു. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്പൊ ഇംഗ്ലീഷിൽ ഇങ്ങനെ തുടങ്ങുന്നത്, ലോർഡ് ഗോഡ് ഹാസ് ഗിവൺ മീ ദ ടങ് ഓഫ് ഡിസൈറ്റ്സ്. ആ ടങ് എന്ന് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് മാതിരിയായിരുന്നു. എന്ന് വെച്ചാല് കൗൺസിലിങ്ങിന്റെ കാര്യം ഉച്ച കഴിഞ്ഞ് കേട്ടും ഇവിടിപ്പം ഒരു നാവ് എന്നുള്ളത് വായിക്കുമ്പോൾ ദൈവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതെല്ലാം കൂടി ന്യൂസായിട്ട് പറയാൻ നിൽക്കുന്നില്ല. എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ദൈവം പിറ്റേ ദിവസവും അതിനു മുമ്പും അതിനും പിമ്പുമുള്ള അതിന്
തലേ ദിവസവും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 ദിവസങ്ങളിലൊക്കെ അത് രാവിലെ ഇങ്ങനെ വിളിച്ചുണർത്തി പിന്നെ ഉറങ്ങാൻ പറ്റാതെ വണ്ണം ഫ്രഷ് ആയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കേൾക്കുന്നതൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഞാൻ സൈക്കാട്രി സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി വെല്ലൂരിലേക്കൊക്കെ പോവുകയും ഞാൻ അന്ന് ഈ തിങ്കളാഴ്ച ദിവസമാണല്ലോ രാവിലെ ഉണ്ടാകുന്നത്. അപ്പൊ വൈകിട്ട് ഞാൻ ജോജി ബ്രദറിനെ വിളിച്ചു. വൈകിട്ട് ഒരു 6 മണിയോടെ ജോജി ബ്രദർ ആത്മീയ പിതാവായിട്ടുള്ള ഒരു സഹോദരനായിട്ട് ഞാൻ ബ്രദറിനെ വിളിച്ചു. ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇങ്ങനെ ഒരു ദർശനമൊക്കെ കണ്ടു. ഇങ്ങനെ അപ്പം ബ്രദർ പറഞ്ഞു, സാധാരണ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വളരെ സ്കെപ്റ്റിക്കലാണ്, വളരെ സംശയമായിരുന്നു. പക്ഷെ ബ്രദർ ഇത് പറഞ്ഞപ്പോ എനിക്ക് വളരെ ഹൃദയത്തിൽ വലിയ സ്വാതന്ത്ര്യം തോന്നി. കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഇവിടെ കോട്ടയത്ത് 3 ഫാമിലീസ് ഇതുപോലെ വന്നു. അപ്പൊ 3 പേരോട് ഞാൻ പറയേണ്ടി വന്നു, പ്രൊഫഷണൽ സൈക്കാട്രിക് ഹെൽപ്പ് വേണ്ട ഇത് അപ്പൊ അതുകൊണ്ട് വേറെ എത്രയും പെട്ടെന്ന് പോയി എടുത്ത് ഇവിടെ കേരളത്തിൽ ആവശ്യമുണ്ട്, ഞങ്ങളുടെ അടുത്തേക്ക് വാ എന്ന് വേറെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്നത് ഉത്സാഹിപ്പിക്കുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം വീട്ടിലൊക്കെ പറയുമ്പോൾ വീട്ടിൽ അവർക്ക് ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നീട് ദൈവം തന്നെ അത് ഒക്കെ മാറ്റിയും അതുപോലെയൊക്കെയുള്ള നിന്ന് സഹിക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള യെശയ്യാ 50-ലെ വാക്യങ്ങൾ മാതിരിയുള്ള അനുഭവങ്ങളായിരുന്നു ആദ്യം സൈക്കാട്രിയുടെ കാര്യം പറഞ്ഞത്. പിന്നെ അവര് തന്നെ മൂത്ത ചേച്ചി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവനത് ഇൻട്രസ്റ്റ് എങ്കിൽ അവൻ അതിന് പോക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പം അവർക്ക് ഏറ്റവും സന്തോഷമായിരുന്നു സൈക്കാട്രി എടുത്തത് നന്നായി, വേറെ എവിടെയായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിനെ ബാക്കി ദൈവം അറ്റസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദൈവത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കർത്താവിന്റെ സമയത്ത് കർത്താവ് എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യും. കർത്താവ് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും, എന്നെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ 1-2 പേരെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആ ശിഷ്യന്മാരുടെ ചെവിയും ശിഷ്യന്മാരുടെ നാവും ഉള്ളവരായിരിക്കണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമ്മളുടെ ജഡം തകർക്കപ്പെടാനായിട്ട് കർത്താവേ എന്റെ സ്വയത്തിൽ നിന്ന് ഞാൻ അങ്ങനെ സംസാരിച്ച് ഇല്ലെങ്കിൽ എന്റെ ഭക്തി വ്യർത്ഥമാണെന്നാണല്ലോ യാക്കോബ് 1:26 വായിക്കുന്നത്. അപ്പം കർത്താവെ അങ്ങനെ വ്യർത്ഥമായി പോകാതെ, എന്റെ ഭക്തി വ്യക്തമായി പോകാതെ കർത്താവെ ഞാൻ സ്വയത്തിൽ നിന്ന് ഒരു കടിഞ്ഞാണില്ലാതെ എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തിലോ കോപത്തിലോ പരദൂഷണത്തിലോ കയ്പിലോ ആകുലചിന്തയിലോ ഒക്കെ അങ്ങനെയുള്ള അല്ലെങ്കിൽ വെറുതെ ഒരു ഡ്രൈ ആയിട്ടുള്ള വാക്കുകൾ വരാതെ കർത്താവെ ആത്മാവിൽ നിന്നുള്ള വാക്കുകൾ വരാൻ തക്കവണ്ണം എന്റെ ജഡത്തെ അവിടുന്ന് മുറുക്കണം, എന്റെ ആ സ്വയബലത്തെ അവിടുന്ന് തകർക്കണം. അവർക്ക് വചനത്തിന് കീഴടങ്ങും. നമ്മുടെ പല പല സാഹചര്യങ്ങളിലൂടെ നമുക്ക് പല ഇഷ്ടമില്ലാത്ത പല സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയൊക്കെ ദൈവം കടത്തി വിട്ട് നമ്മളുടെ ആ ജഡമാകുന്ന തിരശ്ശീല ദൈവം നുറുക്കും. ആ നുറുക്കുന്നതിനനുസരിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് അധികമായിട്ട് ആ വാളിന്റെ ജ്വാല, അപ്പൊ ആ വാളിൽ എന്തുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുണ്ട്. അപ്പം ആ നമ്മളിൽ എത്ര അധികം ആ വചനം ആകുന്ന ആ വാള് നമ്മളുടെ ജഡമാകുന്ന തിരശ്ശീല എത്രയധികം കീറുന്നോ അതിനനുസരിച്ചായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളത്തിൽ വന്ന് നിറഞ്ഞ് നമ്മളുടെ, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ നടന്നതിന് വീട്ടിൽ പറഞ്ഞ ഉദാഹരണം പോലെ ഇവിടെ അവിടെ മൊത്തം ഒരു റൂമാ, ഇത് കീറുവാണെങ്കിൽ ആ വെള്ളം എല്ലാം കൂടെ കവിഞ്ഞ് ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിൽ നിന്ന് ദേഹിയിലോട്ടൊപ്പം ഏതൊരളവിൽ ആത്മാവിൽ നിന്ന് ദേഹിയിലോട്ട് ഇത് പരിശുദ്ധാത്മാവിന്റെ ജലം പകർന്നൊഴുകും. നമ്മൾ എത്രയധികം നുറുക്കപ്പെടുന്നു അതിനനുസരിച്ചിരിക്കും, അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ്. അത് ഞാൻ ഇപ്പോൾ ഈ ജഡമാകുന്ന തിരശ്ശീല വചനമാകുന്ന വാളെന്നൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴെങ്കിലും ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലായി ഞാൻ വിചാരിക്കുക. അപ്പൊ നമ്മളിൽ ആ വചനം ആഴത്തിലൊരു ആ ഒരു ക്രൂശിലെ പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മളിൽ അനുഭവിക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ ദേഹിയിലേക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു ജീവൻ പകർന്നൊഴുകുകയും നമ്മളുടെ ചിന്തകൾ പുതുക്കപ്പെടുന്നു, നമ്മളുടെ വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു, ചിന്തകളും വികാരങ്ങളും പിന്നെ നമ്മുടെ തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിയന്ത്രണത്തിൽ അധികമായിട്ടാകുമ്പോൾ ആ തീരുമാനങ്ങളാണ് നമ്മൾ ഏത് വാക്ക് പറയുന്നു, എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു. അപ്പൊ ദൈവം തന്നെ നമുക്ക് ആർക്കും ചെറുക്കാൻ പറ്റാത്ത വാക്ക് ജ്ഞാനവും നൽകും എന്നൊക്കെയുള്ളത് കർത്താവിന്റെ പ്രോമിസാണ്. നമ്മൾ ലൂക്കോസ് 21:14-15 വാക്യങ്ങളിൽ അത് വായിക്കുന്ന ആർക്കും ഐ വിൽ ഗിവ് യു അട്രൻസ് ആൻഡ് വിസ്ഡം വിച്ച് നൺ ഓഫ് ഒപ്പോണൻസ് വിൽ ബി ഏബിൾ ടു റെഫ്യൂട്ട്. ആർക്കും ചെറുക്കുവാൻ മറുത്ത് പറഞ്ഞു നിൽക്കാനോ പറ്റാത്ത വാക്ക് ജ്ഞാനവും നിങ്ങൾക്ക് തരും. ദൈവം നമ്മളുടെ കോളേജിൽ, നമ്മുടെ സ്കൂളില്, നമ്മളുടെ സൗരങ്ങളുടെ ഇടയില് ചിലപ്പോൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമുക്ക് ദൈവം ആ ഒരു വേറെ ഏതൊരു അവസ്ഥയിലാണെങ്കിലും നമുക്ക് ദൈവത്തിന്റെ ഒരു വാക്ക് ജ്ഞാനവും കർത്താവ് എനിക്ക് വേണം. നമ്മൾ ആരും ഒരു പെർഫെക്റ്റ് അല്ല, കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക എന്ന നമ്മളെ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് തൃപ്തിപ്പെടാതെ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ ചെവി എനിക്ക് വേണം, ശിഷ്യന്മാരുടെ നാവ് എനിക്ക് വേണം, അതിനായിട്ട് അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണം, എന്റെ ജഡത്തെ നുറുക്കണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കർത്താവ് അങ്ങേ കേട്ടുകൊണ്ട് അവിടുത്തെ വചനത്തിൽ വേരൂന്നി അവിടുന്ന് തരുന്ന ഓരോ അവസരവും നമ്മള്
കർത്താവിൽ നിന്ന് സംസാരിക്കാൻ ശീലിക്കുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ ശീലിക്കുന്നു. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ തന്നെ നമ്മുടെ വചനം ഷെയർ ചെയ്യാൻ ശീലിക്കുന്നു. പിന്നെ നമ്മളുടെ മീറ്റിങ്ങുകൾ കൂടി വരുമ്പോൾ നമ്മൾ വചനം ഷെയർ ചെയ്യാൻ വർഷങ്ങളായിട്ട് വചനമൊന്നും ഷെയർ ചെയ്യാതിരുന്ന നമ്മുടെ പല സഹോദരങ്ങളൊക്കെ ഇപ്പം എഴുന്നേറ്റ് വചനമൊക്കെ ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങി നമുക്കറിയാം. അപ്പൊ അതുപോലെ നമുക്ക് നാവിന്റെ കെട്ടെല്ലാം മാറി ബാക്കി നമ്മളിപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഒരു എന്താ ബാക്കിയുള്ളവര് എന്ത് വിചാരിക്കും, എന്റെ പ്രാർത്ഥന മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ പോലെ അത്രയും ഭംഗിയില്ലല്ലോ, എന്റെ വാക്കുകൾ അത്രയും അങ്ങനൊന്നുമല്ല. നമ്മൾ ദൈവമുമ്പാകെയാണ്. ദൈവം നമ്മളുടെ നാവിന്റെ കെട്ടൊക്കെ നമ്മൾ കർത്താവിനെ കേട്ടുകൊണ്ട് കർത്താവിനെ കെട്ടെന്ന് പറഞ്ഞാൽ എന്തോ ഓഡിബിൾ വോയിസ് ആയിട്ട് എന്തോ ശബ്ദം കേട്ടെന്നല്ല, പക്ഷെ കർത്താവിനോടുള്ള ഒരു കൂട്ടായ്മയിൽ കർത്താവിന്റെ ആ ഒരു സജീവ സാന്നിധ്യം നമ്മളായിരിക്കുമ്പോൾ ദൈവം തരുന്ന വാക്കുകൾ നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ എന്താ എന്റെ പ്രാർത്ഥന ബാക്കിയുള്ളവരുടെ അത്രയും ആയോ, എനിക്ക് മറ്റുള്ളവരുടെ അത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ അത്രയും എനിക്ക് നന്നായിട്ട് വചനം പറയാൻ പറ്റിയില്ല, അങ്ങനെ നമ്മളായിട്ട് കോമ്പറ്റീഷനോ മാർക്ക് സ്കോർ ചെയ്യാനൊന്നും ആയിരിക്കില്ല. നമ്മൾ ദൈവത്തിന് മുമ്പാകെ നമ്മൾ മക്കളാ, അപ്പനായിട്ടുള്ള ദൈവത്തിന് മുമ്പാകെ നമ്മളെ കുഞ്ഞുങ്ങളായിട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തോടെ കർത്താവ് നമ്മളെ ആ ഒരു വലിയ വിടുതലിലേക്ക് ആശ്വാസത്തിലേക്ക് നയിക്കട്ടെ. ആ ഒരു ആത്മീയ കേൾക്കുന്ന കൂടി കൃപ ലഭിക്കുന്ന വാക്കുകൾ കർത്താവ് സംസാരിച്ചതുപോലെ ആരും സംസാരിച്ച് കേട്ടില്ല എന്ന് നമ്മളെ യോഹന്നാൻ 7:46 ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ വേറെ ആരും നോ മാൻ ഹാസ് സ്പോക്കൻ ടു ബി ദിസ് മാൻ സ്പീക്സ്. യോഹന്നാൻ 7:47-46 ഞാൻ അതും കൂടെ പറഞ്ഞങ്ങ് നിർത്താന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ആൾക്കാര് കർത്താവിനെ പിടിക്കാൻ വേണ്ടി കുറെ സേവകര്, കുറച്ച് ആൾക്കാര് പരീക്ഷന്മാര് പറഞ്ഞയക്കും. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള വാക്യമാണ്, എങ്കിലും ആ വാക്യം വായിക്കുമ്പോൾ എനിക്കത് കർത്താവേ അതുപോലെ ആയിരിക്കണം എന്റെ ജീവിതത്തില്, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില്. യോഹന്നാൻ 7-ാം കർത്താവിനെ പിടിക്കാൻ വേണ്ടി കുറെ ആൾക്കാര് അവര് 32-ാമത്തെ വാക്യത്തിൽ നമ്മളതാ വായിക്കുന്നത്. പുരുഷാരം അവനെ കുറിച്ച് ഇങ്ങനെ കുശുകുശിക്കുന്നു എന്ന് പരീക്ഷന്മാർ കേട്ടപ്പോൾ യോഹന്നാൻ 7:32 അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും സേവകരെ അയച്ചു. ഈ സേവകരെ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് വലിയ ശബ്ദത്തിൽ പറയുക, ദാഹിക്കുന്നവനും എന്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവിതത്തിന് നദികൾ ഒഴുകുന്നൊക്കെ അവർ കേൾക്കുന്നത് 37-38 വാക്യങ്ങളില്. അവരിതൊക്കെ കേട്ട് അന്താളിച്ച് കർത്താവിൽ നിന്ന് ജീവിതത്തിന് നദികൾ ഇങ്ങനെ കവിഞ്ഞ് പ്രവഹിച്ച് ഒഴുകുക. അവര് പോയ പോലെ പറഞ്ഞതുപോലെ പട്ട് ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞതുപോലെ അവരിന് തിരിച്ചു വന്നു. അപ്പൊ ഈ പരീക്ഷന്മാര് ചോദിക്കുക, എന്തി ആളെന്തി, നിങ്ങൾ പിടിക്കാൻ പോയിട്ടുള്ള ആളെന്തി? 44-ാമത്തെ വാക്യം അവരിൽ ചിലർ അവനെ പിടിക്കുവാൻ ഭാവിച്ചു എങ്കിലും ആരും അവരുടെ മേൽ കൈവച്ചില്ല. സേവകര് മഹാപുരോഹിതന്മാരുടെ പരീക്ഷന്മാരുടെ അടുക്കൽ മടങ്ങി വന്നപ്പോ അവർ അവനോട്, നിങ്ങൾ അവനെ വരാഞ്ഞത് എന്ത്? ഇത് ഞാൻ ചോദിച്ചു വിലങ്ങം വെച്ചോണ്ട് ഇപ്പൊ കർത്താവിനെ കൊണ്ടുവന്നു എന്ത്? അപ്പൊ അവര് പറഞ്ഞൊരു സാക്ഷിയുണ്ട്, ആ കർത്താവിനെ പിടിക്കാൻ പോയ ആൾക്കാര് കർത്താവിനെ കുറിച്ച് പറഞ്ഞൊരു സാക്ഷ്യം, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു. നെവർ ഹാസ് എ മാൻ സ്പോക്കൺ ദ വേ ദിസ് മാൻ സ്പീക്സ്. കർത്താവേ നമ്മളെ കുറിച്ച്, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും കർത്താവേ നമ്മളിൽ നിന്നുള്ള ഒരു കൃപയുള്ള വാക്കുകൾ, ലാവണ്യ വാക്കുകൾ എന്ന് ലൂക്കോസ് 4:22 വായിക്കുമ്പോൾ അവിടെ ശരിക്കും ലാവണ്യ വാക്കുകൾ എന്നുള്ളത് കൃപയുള്ള വാക്കുകൾ എന്ന് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ലാവണ്യ വാക്കുകൾ എന്നുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്നാൽ അവിടെ ലൂക്കോസ് 4 കർത്താവ് നസ്രയത്തിൽ സംസാരിക്കുമ്പോൾ കാരിസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. കരിസ്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരിസ് എന്ന് പറഞ്ഞാൽ ഗ്രേസ്, അതായത് കൃപ. അപ്പൊ ആ ലൂക്കോസ് 4:22 ഗ്രേഷ്യസ് വേർഡ്സ് എന്നുള്ളത് കാരിസ് എന്നുള്ള വാക്ക് തന്നെ അവിടെ ഗ്രേഷ്യസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം കൃപ നിറഞ്ഞ വാക്കുകൾ, ലാവണ്യ വാക്കുകൾ, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ലാവണ്യ വാക്കുകൾ, കൃപ നിറഞ്ഞ വാക്കുകൾ. ആ കൃപ നിറഞ്ഞ വാക്കുകളിൽ കർക്കശ്യം ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുന്ന കർത്താവ് വളരെ കർക്കശമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മളെന്തോ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി എന്തോ ഇങ്ങനെ വോയിസ് മോഡുലേറ്റ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. വിശുദ്ധാത്മാവ് പറയുന്ന പോലെയുള്ള ഒരു ശക്തിയോടെ നമ്മൾ സംസാരിക്കുന്നു, സ്നേഹത്തോടെ സംസാരിക്കും. കൃപയും സത്യവും എന്ന് പറയുന്നത് പോലെ ദയവുണ്ട്, കർക്കശ്യമുണ്ട്. ആ ഒരു കൃപ നിറഞ്ഞ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ ആവശ്യം പോലെ സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച എഫേസ്യർ 4:29 വായിച്ചു. പിന്നെ വിളിച്ചു വാക്കുകൾ കൊളോസ്യർ 4:6 വായിച്ചു. അങ്ങനെ കർത്താവേ എന്നെയും അങ്ങേ കേൾക്കുവാനും അങ്ങിൽ നിന്ന് സംസാരിക്കുവാനും നമ്മുടെ വീട്ടില്, നമ്മളുടെ സാധാരണ കൊളോക്കിയൽ കോൺവെർസേഷനിലൊക്കെ കർത്താവേ ആത്മാവിൽ നിന്ന് തന്നെ സംസാരിക്കാൻ, ജഡത്തിൽ നിന്ന്, സ്വയത്തിൽ നിന്ന്, ദേഹിയിൽ നിന്നുള്ള വാക്കുകളെല്ലാം വരണ്ടേ. കുറച്ച് കർത്താവേ അങ്ങിൽ നിന്നുള്ള വാക്കുകൾ, അങ്ങ് എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അങ്ങ് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ എന്നെ സഹായിക്കണം എന്നുള്ള വലിയൊരു നിലവിളിയും പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ആവശ്യഭാരത്തോടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ നമ്മളെ അതിനായിട്ട് സഹായിക്കും. നമുക്ക് ഒരു ആവശ്യഭാരം ഉണ്ടോ കർത്താവേ, സംസാരിക്കേണ്ട വിധം സംസാരിക്കാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് സംസാരിച്ചതുപോലെ, അവിടുന്ന് കേട്ടതുപോലെ, അവിടുന്ന് സംസാരിച്ചതുപോലെ സംസാരിക്കാൻ തക്കവണ്ണം കർത്താവേ നാവിന്റെ ബന്ധനങ്ങളെല്ലാം കർത്താവെ അവിടുന്ന്
കഴിക്കണമേ. നമ്മുടെ ചെവിയുടെ ആ ഒരു കാലസ്നെസ് കർത്താവ് നമ്മളുടെ ചെവി തുറന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ യെശയ്യാ 50:4 കഴിഞ്ഞിട്ട് അതിന്റെ 5-ാമത്തെ വാക്യത്തില് കർത്താവിന്റെ ചെവി തുറന്നിരിക്കുന്നു. ആ അടിമദാസനെ പോലെ കേൾക്കുവാന്, കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിന്റെ ആ ഇമ്പസ്വരം കേട്ട് നമ്മുടെ ഈ പാട്ടിൽ പാടുന്ന ഒരു ബന്ധനം അഴിഞ്ഞവരായി 4-ാമത്തെ സ്റ്റാൻസിൽ ശുദ്ധാത്മാവ് സ്വർഗ്ഗത്തിൽ നിന്നും കൊടുങ്കാറ്റായി വീശുന്നു, പുതുഗാനം പാടുന്നു, നാം ബന്ധനം അഴിഞ്ഞവരായി. നമ്മുടെ ജീവിതത്തിലെ ആ ജഡത്തിൻ്റെതായ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് പരിശുദ്ധാത്മ നമ്മളെ സ്വതന്ത്രമാക്കും. പുഷ്ടി നിമിത്തം പുഷ്ടി മുഖത്തെ തകർത്ത് കളയുന്നു എന്ന് യെശയ്യാവ് 10-ാം അധ്യായത്തില് 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ anointing breaks the yoke. 10:27 നമ്മൾ വായിക്കുന്നത് പോലെ ആവശ്യഭാരത്തോടെ കർത്താവേ, ഞാൻ എവിടെ എത്തിയിട്ടില്ല കർത്താവേ, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, ഞാനാണ് കർത്താവ് ഏറ്റവും വലിയ ആവശ്യക്കാരൻ എന്നുള്ള ആ ഒരു ദാഹത്തോടെ ആത്മാവിനെ അയച്ച് പാപവിടുതൽ നൽകുക. എന്റെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുന്ന കർത്താവെ, ആ പാപത്തിൽ നിന്ന് നാവിൽ നിന്നുള്ള പാപം വേണ്ടാത്തവർക്ക് കേട്ടുകൊണ്ട് കർത്താവെ, കർത്താവിനെ കേൾക്കാതെ ഇരിക്കുന്ന ആ പാപത്തിൽ നിന്നൊക്കെ എന്നെ വിടുതൽ നൽകണം. മഹത്വവും സ്തുതിയൊക്കെ അവിടത്തേക്കാണ്. വാഗ്ദത്തം വിശ്വസിക്കുന്നവർ ലജ്ജിക്കില്ല ഒരു നാളും. മഹത്വവും സ്തുതിയൊക്കെ കർത്താവിന്റെ വാഗ്ദത്തം, കർത്താവ് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം വിശ്വസിക്കുകയാണെങ്കിൽ നമ്മള് ഒരു നാളും ലജ്ജിക്കുകയില്ല. നമ്മത്തിന് നമ്മുടെ ആ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ, ജീവനോടെ യാഗമായിട്ട് നമ്മളിനെ താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ജ്വാലയോടെ ദൈവവചനം നമ്മളിലേക്ക് വന്ന് നമ്മളുടെ ജഡത്തെ തകർത്ത് ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ജീവിതജല നദി നമ്മുടെ ദേഹത്തിലൂടെ നമ്മളുടെ വാക്കുകളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ, പ്രവർത്തനത്തിലൂടെയൊക്കെ ആ പരിശുദ്ധാത്മാവിന്റെ ജലം പ്രവഹിക്കുമ്പോൾ ഇദ്ദേഹം സംസാരിച്ചതുപോലെ, ഇവർ സംസാരിച്ചതുപോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നുമാറ് കൃപ നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുവാൻ, എല്ലാവരുടെ വാക്കുകൾ സംസാരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ആ ഒരു വിശ്വാസത്തോടെ, ആവശ്യഭാരത്തോടെ കർത്താവ് നമ്മുടെ മധ്യത്തിലൂടെ കർത്താവിനെ നോക്കി കേൾന്നുകൊണ്ട് നമുക്ക് ദാഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് പാട്ട് പാടാം. നിന്നെ നോക്കി കേടുന്നു ആത്മാവേ അയച്ചു കർത്താവ് പാപമേ വിടുതൽ നൽകാൻ. മഹത്വം സ്തുതി നാഥ, ലജ്ജിക്കില്ലൊരു നാളും വാഗ്ദത്തം വിശ്വസിക്കുന്നു. മഹത്വം സ്തുതി നാഥ, പെന്തക്കോസ്തിൻ പോരാട്ടമേ നിറയ്ക്കും ഞങ്ങളെ നൽവരങ്ങൾ ഞങ്ങൾ കന്യോന്യം സേവിപ്പാനാം. മഹത്വം സ്തുതി നാഥ, ലജ്ജിക്കില്ലൊരു നാളും വാഗ്ദത്തം വിശ്വസിക്കുന്നു. മഹത്വം സ്തുതി നാഥ, ജീവജലപ്രവഹിപ്പൂ നിൻ സന്നിധിയിൽ നിന്നും. കർത്തനല്ലവൻ എന്നാർത്ത് ഹൃദയങ്ങൾ പാടുന്നു. മഹത്വം സ്തുതി നാഥ, ലജ്ജിക്കില്ലൊരു
വാഗ്ദത്തം വിശ്വസിക്കുന്നു. മഹത്വം സ്തുതി നാഥ. ശുദ്ധാത്മാവ് സ്വർഗ്ഗത്തിൽ നിന്നും കൊടുങ്കാറ്റായി വീശുന്നു. പുതുഗാനം പാടുന്നു നാം. ബന്ധനം അഴിഞ്ഞോരാ. മഹത്വം സ്തുതിനാഥ. ലജ്ജിക്കില്ലൊരു നാളും. വാഗ്ദത്തം വിശ്വസിക്കുന്നു. മഹത്വം സ്തുതിനാഥ. വെള്ളത്തിനിരച്ചിൽ പോലെ ഉയരുന്നു സ്തോത്രങ്ങൾ. സ്വർഗ്ഗവാതിൽ തുറന്നിടാ. പിടിടുന്നു പിൻപടാൻ. മഹത്വം സ്തുതിനാഥ. ലജ്ജിക്കില്ലൊരു നാളും. വാഗ്ദത്തം വിശ്വസിക്കുന്നു. മഹത്വം സ്തുതിനാഥ. വാഗ്ദത്തം വിശ്വസിക്കുന്നവര് ലജ്ജിച്ചു പോകാതെ വരണം. കർത്താവ് നമ്മെ നിറയ്ക്കും. ഇപ്പോൾ മാത്രമല്ല, അവിടെ നമ്മളെ നിറച്ചുകൊണ്ടേയിരിക്കും. നമ്മളുടെ ജഡം, നമ്മളുടെ സ്വന്തം ഇഷ്ടം ക്രൂശിലാണ്, ആൾക്കാരിലാണെന്ന് മാത്രം നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. അവിടുന്ന് നമ്മെ നിറയ്ക്കാനായിട്ട് നാം ആഗ്രഹിക്കുന്നതിലും വലിയ അവരോടെ സ്വർഗം, ആ സ്വർഗത്തിന്റെ ഹൃദയം കാത്തിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപരമമാർക്ക് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ആഹാരം കഴിക്കാൻ നമ്മള് കഴിച്ചില്ലെങ്കിലും അവർക്ക് കൊടുക്കണം. അവര് ആഹാരം കഴിക്കുമ്പോൾ അമ്മയുടെ അപ്പന്റെ ഹൃദയം നിറയും. എന്നാൽ ഏതൊരു മാതാവോ പിതാവോ ഈ ലോകത്ത് തന്റെ കുഞ്ഞിനെ ആഹാരം ഊട്ടുവാൻ ആഗ്രഹിക്കുന്നു, അതിലുപരിയായിട്ട് നമ്മെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിന്റെ പിതാവ് അവളുടെ മധ്യത്തിലുള്ള നമുക്ക് സ്തുതിക്കാം. ആ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വയറ് നിറയണം. നമുക്ക് ഇനിയിപ്പോ കുറച്ച് കുറവാണെങ്കിൽ സാരമില്ല, അവരുടെ വയറ് നിറയുമ്പോൾ ഒരു സന്തോഷം. അവര് നടത്തിയോടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്ന കാണുമ്പോൾ എത്ര സന്തോഷം മാതാപിതാക്കളായിട്ട് നമുക്കറിയാം. എന്നാൽ ഏതൊരു മാതാവിന്റെയോ പിതാവിന്റെയോ ഹൃദയത്തെക്കാട്ടിലും നമ്മുടെ സ്വർഗീയ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം മകൻ അപ്പത്തെ ചോദിച്ച കല്ല് കൊടുക്കൂ, മീനിനെ ചോദിച്ച പാമ്പിനെ കൊടുക്കൂ എന്ന സുരസ്നായ നിങ്ങളുടെ ആ പിതാവ് ദോഷികളായ പിതാക്കന്മാര് ഇതൊക്കെ തരാൻ അറിയുന്നുവെങ്കിൽ സുരസ്നായ നിങ്ങളുടെ പിതാവ് എത്ര അധികം നല്ല ദാനങ്ങളെ പരിശുദ്ധാത്മാവിനെ തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവാണ്. പുസ്തകത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മളെ നിറയ്ക്കുവാനായിട്ട് നമ്മളുടെ എല്ലാ ബന്ധനങ്ങളും, ജഡത്തിന്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ച് ആത്മാവിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നവരായിട്ട്, ആത്മാവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നവരായിട്ട്, ആത്മാവിൽ നിന്ന് സംസാരിക്കുന്നവരായിട്ട്, ആത്മാവിൽ കേൾക്കുന്നവരായിട്ട്, ആത്മാവിൽ നിന്ന് സംസാരിക്കുന്നവരായിട്ട്, ശിഷ്യന്മാരുടെ ചെവിയിൽ നാവുള്ളവരായിട്ടായി തീരുവാൻ എത്രയധികം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷമാണെന്ന് നമ്മൾ സദൃശവാക്യം 15:4 വായിക്കുന്നത് പോലെ നാവിന്റെ ശാന്തത, സൗഖ്യം, നാവിലൂടെ നമ്മളെ തളർന്നിരിക്കുന്നവരെ ഒരു വാക്കുകൊണ്ട് താങ്ങുമ്പോൾ അത് ജീവവൃക്ഷമാണ്. മറ്റുള്ളവർക്ക് അത് ജീവിതവൃക്ഷമായിട്ടത് മാറും. അത്
മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നതായിട്ട് മാറും. ആ ജീവജലത്തിന്റെ നദി ഒഴുകുന്നിടത്തെല്ലാം അവർ അവിടെ ജീവനുണ്ടായി. എഹെസ്കേൽ 47 നമ്മൾ വായിക്കുന്നത് പോലെ അവിടെ ചെല്ലുന്നിടത്തെല്ലാം ജീവജാലങ്ങളെ ജീവിക്കാൻ തുടങ്ങിയതുപോലെ കർത്താവെ എന്നെ അതുപോലെ ആക്കി തീർക്കണമേ എന്നുള്ളത് ദാഹത്തോടെ കർത്താവെ അവിടുന്ന് സംസാരിച്ചപ്പോൾ ജീവിതത്തിന്റെ നദികളെ പ്രവഹിച്ച് അങ്ങേ പിടിക്കാൻ വന്നവർ പോലും ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളുടെ സംസാരത്തിന് ജീവിതത്തിന്റെ നദികളെ പ്രവഹിക്കണം. പത്രോസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഓട്ടമേല് അപ്പോസ്തലിക ഭവനക്കാരുടെ മേൽ വന്നതായിട്ട് അപ്പോസ്തലർ 10:44 വായിക്കുന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ സംസാരത്തില് ഞങ്ങളുടെ വാക്കുകളില് കർത്താവെ മറ്റുള്ളവരെ ജീവനിലേക്ക് നടത്തുവാൻ, ജീവന സമൃദ്ധിയിലേക്ക് നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അതിനായിട്ട് ഞങ്ങളുടെ ചെവിയെ തുളയ്ക്കണമേ കർത്താവെ. അടിമദാസനെ പോലെ പുറപ്പാട് 21 അടിമദാസൻ കട്ടളപ്പടിയിൽ വന്ന് തന്റെ കാത് തുളയ്ക്കപ്പെടുവാനായിട്ട് തന്നെ സ്നേഹിക്കുന്ന യജമാനെ ഞാൻ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷിച്ചുകൊള്ളാം, ആ യജമാനൻ പറയുന്നത് കേട്ട് ഞാൻ അനുസരിച്ചുകൊള്ളാം എന്നുള്ളൊരു പ്രതീകമായിട്ട് അവന്റെ ചെവി യജമാനൻ പറയുന്നതിനായിട്ടാണ് എന്റെ ചെവി എന്ന് പറയുന്ന സ്നേഹിക്കുന്ന അടിമദാസനെ പോലെ യേശുവെ നാട്ടിൽ ചെയ്തതായിട്ട് അടിയും കേൾക്കുന്നുണ്ട്. നമ്മൾ പറയുന്നതിനെ പോലെ അബദ്ധയിലെ മറിയത്തെ പോലെ കർത്താവെ കേൾപ്പാനും ഒരു ദിവസവും കർത്താവെ ഞങ്ങൾ ആ വചനത്തിന് മുമ്പാകെ നിങ്ങളതിനെ കീഴടക്കി കൊടുക്കുവാനും വചനം കർത്താവ് രാവിലെ വരുമ്പോൾ തന്നെ കർത്താവെ അങ്ങേ കേൾക്കുവാനും അങ്ങേക്ക് ഞങ്ങളോട് പറയാനുള്ള കർത്താവ് ഹൃദയത്തിലൊന്ന് സെൻസ് ചെയ്യുവാൻ, അങ്ങനെ കേട്ടുകൊണ്ട് ഉണരുവാൻ ഞങ്ങളുടെ കെട്ടുന്ന എഴുന്നേക്കുന്ന മുമ്പ് തന്നെ യേശുവേ പിതാവേ ഡാഡി പപ്പ എന്നെ വിളിച്ചുകൊണ്ട് കർത്താവെ സ്വർഗത്തിലെ ആ പിതാവിനോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിന്ന് കേട്ടുകൊണ്ട് കർത്താവെ എഴുന്നേൽപ്പോൾ ഞങ്ങളെ സഹായിക്കണം. രാവിലെ തോറും അങ്ങനെ ഉണരുവാനും കർത്താവ് ദിവസം മുഴുവനും കർത്താവെ ആ ഒരു ആത്മാവ് തന്നെ ആയിരിക്കാൻ എപ്പോഴും കർത്താവെ ഓടുന്ന ഞങ്ങളോട് സംസാരിക്കാനുള്ളത് ഹൃദയത്തിൽ സെൻസ് ചെയ്യുന്നവരായിട്ട് സ്പർശതയുള്ളവരായിട്ടായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾ എത്ര ബലഹീനരാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ ആ ഒരു വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് റിമൈൻ ചെയ്യുവാനും കേട്ടുകൊണ്ടിരിക്കുവാനും കർത്താവെ സംസാരിക്കേണ്ടപ്പോൾ മാത്രം സംസാരിക്കുവാനും സംസാരിക്കേണ്ടതുപോലെ തന്നെ സംസാരിക്കേണ്ടതെല്ലാം അതുപോലെ തന്നെ കർത്താവെ സംസാരിക്കുവാൻ പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് മാത്രം അത് അതുപോലെ തന്നെ അത് എല്ലാം തന്നെയും ചെയ്യുന്ന പുത്രനെ പോലെ ഇതിലും വലിയ കാര്യങ്ങളെയും കാണിച്ചതെന്ന് പറഞ്ഞ പുത്രനെ പോലെ കർത്താവെ ഞങ്ങൾ അങ്ങനെ നിന്ന് മാത്രം കേട്ട് സംസാരിക്കുവാൻ ഞങ്ങളെ ശീലിപ്പിക്കണമേ കർത്താവെ. ഞങ്ങളെ അശീലമില്ലാത്തവരാണല്ലോ കർത്താവെ, ഞങ്ങളെ ശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നാവിനെ കർത്താവെ അവിടുന്ന് മൂർച്ച കൂട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ആ വാള് മൂർച്ചയുള്ള വാളായിരുന്നതുപോലെ അത് കേൾക്കുന്നവരുടെ ആശ്രയ ജീവിത ജഡത്തെ തകർത്തതുപോലെ കർത്താവെ ഞങ്ങളുടെ വാക്കുകളും ബ്ലണ്ടായിട്ട് പോകാതെ വേറെ എന്തെങ്കിലുമൊക്കെ പല കാര്യത്തിന് ഉപയോഗിച്ച് കത്തി മൂർച്ചയില്ലാത്തതായിട്ട് അത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സമയത്ത് മൂർച്ചയില്ലെന്ന് പറയുന്ന പോലെ ആയി പോകാതെ കർത്താവെ വീണ്ടുന്ന കാര്യത്തിന് മാത്രം ഉപയോഗിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാല് ഞങ്ങളുടെ നാവുകളെ രാഗി കർത്താവെ അവിടുന്ന് മൂർച്ച കൂട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ജീവൻ പകരുവാൻ കർത്താവെ ആശ്വസിപ്പിക്കുവാൻ വഴി നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ അവിടുത്തെ ആത്മാവിനാണ് ഞങ്ങൾ ഓരോരുത്തരും നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ കേൾപ്പാനും അങ്ങയെ പോലെ പറയുവാൻ ഞങ്ങളെ അവിടുന്ന് ശീലിപ്പിക്കുന്നു. അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. എല്ലാ ഈശ്വരത്താവിന്റെ വിലയുടെ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ.